ഫസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മാനേജ്മെന്റ് ഫംഗ്ഷൻസിലെ പ്ലാനിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പ്ലാനിങ്ങിൽ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാൻസ് ആയിട്ടും ടാക്ടിക്കൽ പ്ലാൻസ് ആയിട്ടും ഓപ്പറേഷണൽ പ്ലാൻസ് ആയിട്ടും നമുക്ക് മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. അതെന്താണെന്ന് പഠിച്ചു, അത് ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലേ. അപ്പൊ മെയിൻ ആയിട്ടുള്ള മൂന്ന് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നത് കേട്ടോ. പ്ലാന്റ്സിനെ തന്നെ നമുക്ക് സ്റ്റാൻഡിങ് പ്ലാന്റ്സ് എന്നും സിംഗിൾ യൂസ് പ്ലാന്റ്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണത് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. അതിൽ തന്നെ ഈ സ്റ്റാൻഡിങ് പ്ലാന്റ്സ് ഏതൊക്കെയാണ്, സിംഗിൾ യൂസ് പ്ലാന്റ്സ് ഏതൊക്കെയാണ് പ്രത്യേകം നിങ്ങൾ എടുത്ത് പഠിക്കണം കേട്ടോ. മിക്കപ്പോഴും മിക്ക കോമ്പറ്റീവ് എക്സാംസിനും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് പുതിയ ഈ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. പ്ലാന്റ്സിനെ നമ്മൾക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. സ്റ്റാൻഡിങ് പ്ലാന്റ്സ് എന്നും സിംഗിൾ യൂസ് പ്ലാന്റ്സ് എന്നും. അപ്പൊ സ്റ്റാൻഡിങ് പ്ലാന്റ്സിന് കീഴിൽ വരുന്ന പല പ്ലാനുകളാണ് ഒബ്ജക്റ്റീവ്സ്, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ്, സ്ട്രാറ്റജി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, കുറച്ച് 4 ഓപ്ഷൻസ് 4 പ്ലാൻസ് തന്നിട്ട് ഇതിലേതാണ് സ്റ്റാൻഡിങ് പ്ലാൻ അല്ലാത്തത്, അല്ലെങ്കിൽ ഇതിലേതാണ് സിംഗിൾ യൂസ് പ്ലാൻ ആയിട്ടുള്ളത്, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മാറിപ്പോരുത്. സ്റ്റാൻഡിങ് പ്ലാൻസ് ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സും പോളിസിയും പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ്, സ്ട്രാറ്റജി. അതുപോലെ സിംഗിൾ യൂസ് പ്ലാൻ ഉണ്ട്. സിംഗിൾ യൂസ് പ്ലാൻസ് പ്രോഗ്രാംസും ബഡ്ജറ്റും പ്രൊജക്റ്റും ഷെഡ്യൂൾസും. ഇത്രയുമാണ് സിംഗിൾ യൂസ് പ്ലാൻസ്. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഈ സ്റ്റാൻഡിങ് പ്ലാൻസ്, എന്താണ് ഈ സിംഗിൾ യൂസ് പ്ലാൻസ്, അതിന് കീഴിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ്, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മൾക്കിനി പഠിക്കാം. അപ്പോൾ എന്താണ് സ്റ്റാൻഡിങ് പ്ലാൻസ്? സ്റ്റാൻഡിങ് പ്ലാൻസിനെ നമ്മൾ മൾട്ടി യൂസ് പ്ലാൻസ് എന്നും പറയാറുണ്ട്. മൾട്ടി യൂസ് പ്ലാൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. സ്റ്റാൻഡിങ് പ്ലാൻസ് ആർ ദ റെക്കറിംഗ് പ്ലാൻസ് and they are used repeatedly in situations of similar nature. വീണ്ടും നമുക്ക് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻസ് ആണ് സ്റ്റാൻഡിങ് പ്ലാൻസ്. മൾട്ടി യൂസ് പ്ലാൻസ് അതുകൊണ്ടാണ് നമ്മൾ പറയണത് മൾട്ടി യൂസ് പ്ലാൻസ്. ഒരു പർട്ടിക്കുലർ കാര്യം, ഒരു കാര്യം വന്നു, ഒരു സിറ്റുവേഷൻ വന്നു, ആ സിറ്റുവേഷൻസ് വീണ്ടും എപ്പോൾ ഉണ്ടായാലും നമുക്ക് ഈ ഒരു പ്ലാൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പ്ലാൻ പ്രകാരം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ വീണ്ടും റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന പ്ലാനുകളെ നമ്മൾ സ്റ്റാൻഡിങ് പ്ലാൻസ് അഥവാ മൾട്ടി യൂസ് പ്ലാൻസ് എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാത്ത പ്ലാൻസ് ഉണ്ടോ? ഉണ്ട്. അതാണ് ഈ സിംഗിൾ യൂസ് പ്ലാൻസ്. അത് നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. അപ്പൊ സിംഗിൾ യൂസ് പ്ലാൻസിൽ നമ്മൾ ഒരു പ്ലാൻ ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം, ഒരു വളരെ ചെറിയ ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും ആ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കും. ആ ഒരു പ്ലാൻ പ്രകാരം നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാൻ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയും. പിന്നെ നമ്മൾ മറ്റൊരു കാര്യത്തിന് ആ പ്ലാൻ ഉപയോഗിക്കില്ല. മറ്റൊരു കാര്യം വരുമ്പോൾ നമ്മൾ വേറൊരു പ്ലാൻ, പുതിയൊരു പ്ലാൻ ആയിരിക്കും ഉണ്ടാക്കുക. പക്ഷെ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഓരോ സിറ്റുവേഷൻസും വീണ്ടും ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു സെയിം പ്ലാൻ തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്ലാനുകളെ നമ്മൾ സ്റ്റാൻഡിങ് പ്ലാൻസ് അഥവാ മൾട്ടി യൂസ് പ്ലാൻസ് എന്നാണ് വിളിക്കുക. സോ ദേ ആർ റെക്കറിംഗ് പ്ലാൻസ്. റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? വീണ്ടും ആവർത്തിക്കുന്ന, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന പ്ലാനുകളാണ്. ദേ ആർ യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഇൻ സിറ്റുവേഷൻസ് ഓഫ് സിമിലർ നേച്ചർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ വീണ്ടും നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിൽ എല്ലാ എംപ്ലോയീസും അവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം എന്നൊരു നിയമം നമ്മൾ വെക്കുകയാണ്. അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മളുടെ ഒരു ആവശ്യമാണല്ലോ അത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ രൂപീകരിക്കും. ഏത് രീതിയിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം? ഇപ്പോൾ ചില സ്ഥാപനങ്ങളിൽ പഞ്ചിങ് ആയിരിക്കും, ചില സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ആ രജിസ്റ്ററിൽ അവിടെ മാർക്ക് ചെയ്യുക, പല രീതിയിലാണ്. അപ്പൊ അത് നമ്മൾ പ്ലാൻ ചെയ്യണമല്ലോ. A to Z കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടേ? നമ്മളുടെ മനസ്സിലുണ്ടായിട്ട് കാലം നമ്മളത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്ലാൻ ചെയ്യണം. അപ്പൊ വളരെ നിസ്സാരൊരു കാര്യം, ഇപ്പൊ എംപ്ലോയീസിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് കാര്യമാണെങ്കിൽ പോലും അത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാനിൽ എങ്ങനെയാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഓരോ എംപ്ലോയീസും അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടത് എന്നൊരു പ്ലാൻ ഉണ്ടാക്കും അല്ലെ. അപ്പൊ ആ പ്ലാൻ പ്രകാരമായിരിക്കും എല്ലാ ദിവസവും നടക്കുന്നല്ലേ. എല്ലാ ദിവസവും എംപ്ലോയീസ് വരുന്നുണ്ട്, എല്ലാ ദിവസവും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. അപ്പൊ റിപ്പീറ്റഡ്ലി സിറ്റുവേഷൻസ് വീണ്ടും ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ വീണ്ടും നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരൊറ്റ പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ പ്രകാരമാണ് എല്ലാ സിറ്റുവേഷൻസും, എല്ലാ കാര്യങ്ങളും, എല്ലാ ദിവസവും അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ആ പ്ലാൻ പ്രകാരമായിരിക്കും ആ കാര്യം, പർട്ടിക്കുലർ കാര്യം നടക്കാം. അപ്പൊ ഈ ഒരു അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഓർത്താൽ മതി. അപ്പൊ ഈ എംപ്ലോയീസിന്റെ അറ്റൻഡൻസ് നമുക്ക് വീണ്ടും എല്ലാ ദിവസവും മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ
ഒരു ഒറ്റ പെർട്ടിക്കുലർ പ്ലാൻ പ്രകാരമാണ് ആ ഒരു അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന രീതി. അത് അവരെങ്ങനെയാണെന്നൊക്കെ തീരുമാനിക്കുക, അല്ലെങ്കിൽ അതനുസരിച്ചായിരിക്കും എംപ്ലോയീസ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. ഇനി ഇൻ കേസ് ഈ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ആ മാർക്ക് ചെയ്യുന്ന പ്രൊസീജിയറിൽ ഒരു വ്യത്യാസം വന്നാലോ, ഇപ്പോൾ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ വരികയാണ്, അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്ലാൻ, ആ ഒരു ബേസിക് പ്ലാൻ അത് തന്നെയാണ്, എല്ലാ ദിവസവും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ രൂപീകരിച്ച് വെക്കും. പക്ഷെ അതിന്റെ ചെറിയൊരു പ്രൊസീജിയറിൽ ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ പ്ലാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ബേസിക് പ്ലാൻ അത് തന്നെയായിരിക്കും, എന്നാൽ അത് മോഡിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് യൂഷ്വലി ഡെവലപ്ഡ് വൺസ്, ഒറ്റ തവണ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ബേസിക് ആയിട്ട് എല്ലാ ദിവസവും ഇന്ന ടൈമിൽ വരുന്ന സമയത്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക എന്നൊരു പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കുന്നു. എന്നാൽ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് മോഡിഫൈ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം ടു മീറ്റ് ബിസിനസ് നീഡ്സ് ആസ് റിക്വയർഡ്. അപ്പൊ ഇത്തരത്തില് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ഉപയോഗിക്കുന്ന പ്ലാനുകളെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് പ്ലാൻസ് അഥവാ മൾട്ടി യൂസ് പ്ലാൻസ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട വാക്കുകളിലൂടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, റെക്കറിംഗ് പ്ലാൻസ് ആണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന പ്ലാൻസ് ആണ്. ദേ ആർ യൂസ് റിപ്പീറ്റഡ്ലി ഇൻ സിറ്റുവേഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് യൂസ് ഫോർ, മറ്റൊരു രീതിയിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂഷ്വലി ഡെവലപ്ഡ് വൺസ്, ഒരിക്കൽ അത് ഉണ്ടാക്കും, ഡെവലപ്പ് ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം ടു മീറ്റ് ബിസിനസ് നീഡ്സ് ആസ് റിക്വയർഡ്. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കണം കേട്ടോ. പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം, വളരെ സിമ്പിൾ ആയിട്ട്. റെക്കറിംഗ് പ്ലാൻസ് ദാറ്റ് ആർ യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഇൻ സിറ്റുവേഷൻസ് ഓഫ് സിമിലർ നേച്ചർ, ഏതാണ്, എന്ത് പ്ലാൻ ആണെന്ന് ചോദിച്ചേക്കാം. അപ്പോൾ അവിടെ സ്റ്റാൻഡിംഗ് പ്ലാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സിംഗിൾ യൂസ് പ്ലാൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആയിരിക്കും അല്ലെ. ഇപ്പൊ റെക്കറിംഗ് പ്ലാൻസ് ആണ്, റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന പ്ലാൻസ് ആണ്. മറ്റു രീതിയിൽ സിമ്പിൾ ആയിട്ട് പറയാം, നോക്കിക്കേ. ഇൻ ഷോർട്ട്, എ സ്റ്റാൻഡിംഗ് പ്ലാൻസ് ഇസ് യൂസ്ഡ് അഗൈൻ ആൻഡ് അഗൈൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന പ്ലാനുകളാണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ്. എ സ്റ്റാൻഡിംഗ് പ്ലാൻ ഇസ് എ സ്റ്റാൻഡിംഗ് ആൻസർ ടു റെക്കറിംഗ് പ്രോബ്ലംസ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന പ്രോബ്ലംസിൽ, ആവർത്തിക്കുന്ന സിറ്റുവേഷൻസിൽ ഒരു സ്റ്റാൻഡിംഗ് ആൻസർ, ഒറ്റ ഉത്തരമാണ് ഈ ഒരു സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഒരു ഒറ്റ ഉത്തരം, അത് നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്ലാൻ നമുക്ക് ഫോളോ ചെയ്യാം. ആ പ്ലാൻ പ്രകാരം നമ്മൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താം. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് പെർമനന്റ് ഓർ ലോങ് ടേം നേച്ചർ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒറ്റ തവണയാണ് ഈ ഒരു പ്ലാൻ രൂപീകരിക്കുക. അപ്പോൾ അതൊരു പെർമനന്റ് നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ലോങ് ടേം, ഒരുപാട് കാലത്തേക്ക്, അത്യാവശ്യം നല്ലൊരു കാലയളവിലേക്കായിരിക്കും നമ്മൾ ആ ഒരു പ്ലാൻ രൂപീകരിക്കുക. അപ്പോൾ പെർമനന്റ് നേച്ചർ ആണ്, ലോങ് ടേം നേച്ചർ ആണ്. സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു എൻഷുർ ദാറ്റ് ഇന്റേണൽ ഓപ്പറേഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ റൺ സ്മൂത്ത്ലി. അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ സിമ്പിൾ ആണല്ലേ, നമ്മൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാം, ഒരു ചോദിക്കാം ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് സ്റ്റാൻഡിംഗ് പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് പ്ലാൻസിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് തരും. അപ്പോൾ നോക്കിക്കോ, ചിലപ്പോൾ അതിലൊരു പോയിന്റ് ഇതായിരിക്കും, റെക്കറിംഗ് പ്ലാൻസ് ആണ്, ദേ ആർ യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഇൻ സിറ്റുവേഷൻസ് ഓഫ് സിമിലർ നേച്ചർ, അല്ലെങ്കിൽ ദേ ആർ യൂഷ്വലി ഡെവലപ്ഡ് വൺസ്. അപ്പോൾ ഇതൊക്കെ ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണല്ലോ. അപ്പോൾ അതിന്റെ കൂടെ ഇതേപോലെ നോക്കിക്കേ, സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആർ ഡിസൈൻഡ് ടു എൻഷുർ ദാറ്റ് ഇന്റേണൽ ഓപ്പറേഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ റൺ സ്മൂത്ത്ലി. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ്, ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക, അത് നമ്മളുടെ ആ ഒരു ഓർഗനൈസേഷൻ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഡേ ടു ഡേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഇന്റേണൽ ആയിട്ട് നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസും വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റാൻഡിംഗ് പ്ലാൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന പോയിന്റ്സ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന പോയിന്റ്സ് എല്ലാം തന്നെ വ്യക്തമായിട്ട് പഠിക്കുക. നമ്മൾ യൂഷ്വലി ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ വായിച്ചു പോകും അല്ലേ. പക്ഷെ നമ്മൾ ഈ ഒരു എക്സാമിന് പ്രധാനമായിട്ട് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കൂടാതെ തന്നെ അതിന്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ്സുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്റേണൽ ഓപ്പറേഷൻസ്, ഒരു ഓർഗനൈസേഷൻ ഇന്റേണൽ ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് ഈ സ്റ്റാൻഡിംഗ് പ്ലാൻസ് സഹായിക്കുന്നു. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലുണ്ടാവണം. പെട്ടെന്ന് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് സംശയം വരും, ഓർഗനൈസേഷന്റെ ഈ ഒരു സ്മൂത്ത് ആയിട്ട് ഓർഗനൈസേഷന്റെ ആ ഒരു ഓപ്പറേഷൻസ് നടക്കാനായിട്ട് സഹായിക്കില്ലേ എന്നൊരു കൺഫ്യൂഷനൊക്കെ നമുക്ക് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. എല്ലാം ഓർത്ത് വെക്കണം, റിവൈസും ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡിംഗ് പ്ലാൻസിനെ കുറിച്ച് മെയിനായിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. റെക്കറിംഗ് പ്ലാൻസ് ആണ്, റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്, ഒരിക്കൽ ഉണ്ടാക്കും, നമ്മൾ ഒരിക്കൽ ഡെവലപ്പ് ചെയ്യുന്നു,
വീണ്ടും വീണ്ടും ടൈം ടു ടൈം നമ്മൾ മോഡിഫൈ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ആൻസർ ടു റെക്കറിംഗ് പ്രോബ്ലംസ്. അതുപോലെ പെർമനന്റ് നേച്ചർ ആണ്, ലോങ് ടൈം നേച്ചർ ആണ്. അതുപോലെ ഇറ്റ് ഈസ് ഡിസൈൻ ടു എൻഷുർ ദാറ്റ് ഇന്റേണൽ ഓപ്പറേഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ റൺ സ്മൂത്ത്ലി. ഇത്രയും പോയിന്റ്സ് പഠിക്കട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഈ ഒരു ക്ലാസ് മുഴുവൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡിങ് പ്ലാൻസ് അല്ലെങ്കിൽ മൾട്ടി യൂസ് പ്ലാൻസ് തന്നെ പല ടൈപ്സ് ആണ്. അത് ഏതൊക്കെ പ്ലാനുകളാണെന്ന് നമുക്ക് പഠിക്കാം. ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ് ആൻഡ് റൂൾസ്. ഇത്രയുമാണ് സ്റ്റാൻഡിങ് പ്ലാൻസിന് കീഴിൽ വരുന്ന പല പ്ലാനുകൾ. ഈ പ്ലാനുകളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഒരു പ്ലാനുകളുടെ പേര് തന്നിട്ട് ഇത് സ്റ്റാൻഡിങ് പ്ലാൻ ഇതിൽ ഏതാണ്, അല്ലെങ്കിൽ മൾട്ടി യൂസ് പ്ലാൻ ഏതാണ്, അല്ലെങ്കിൽ സിംഗിൾ യൂസ് പ്ലാൻ ഏതാണെന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി എന്താണ് ഈ ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, അതൊക്കെ നമുക്കിപ്പോൾ പഠിക്കാം. ഒബ്ജക്റ്റീവ്സ് നമ്മൾക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലോ. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് സ്ഥാപനം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യങ്ങൾ എന്താണ്, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗോൾസിനെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം അല്ലെ. അവരുടെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം എന്താണ്, എന്തായിരിക്കണം, അല്ലെങ്കിൽ എവിടെയാണ് ഭാവിയിൽ ആ ഒരു നമ്മൾ ബിസിനസ് സ്ഥാപനം എത്തേണ്ടതെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു വെക്കും. ആ ഒരു ഗോൾ എന്തിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സും ഒരു സ്റ്റാൻഡിങ് പ്ലാൻ ആണ്. അപ്പോൾ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും ഒബ്ജക്റ്റീവ് അല്ലെ. ഇപ്പോൾ നമ്മൾ എങ്ങനെയാ ഒബ്ജക്റ്റീവ്സ് ബിസിനസ് സ്ഥാപനങ്ങൾ എങ്ങനെ തീരുമാനിക്കുക? അടുത്ത ഓരോ വർഷവും അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും നമ്മളുടെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് 10% കൂടുക എന്നതായിരിക്കും ആ ഒരു ഒബ്ജക്റ്റീവ്. അപ്പോൾ ഓരോ ഇയറിലും ആ ഒരു 10% പ്രോഫിറ്റ് കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ പിന്നീട് പ്ലാൻ ചെയ്യല്ലേ. അപ്പോൾ ഇത്തരത്തിൽ എന്ത് രീതിയിൽ എന്ത് ഗോളാണ് നമ്മൾ നിശ്ചയിക്കുക, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഗോളായിരിക്കും. ഓരോ ബിസിനസ് സ്ഥാപനങ്ങളുടെ ലക്ഷ്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിലൂടെയാണ്. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡിങ് പ്ലാൻ ആണ് കേട്ടോ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഒരു സ്റ്റാൻഡിങ് പ്ലാൻ ആണ്. Objectives are the ends which the management seeks to achieve by its operation. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. The ends which the management seeks to achieve by its operation എന്താണെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഓപ്ഷനിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, പോളിസി ഉണ്ടാവും, പ്രൊസീജിയർ ഉണ്ടാവും, മെത്തേഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് സെന്റൻസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മളിങ്ങനെ വായിച്ച് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ends which the management seeks to achieve എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. അപ്പോൾ they are ultimate ends towards which an organization and its members strive at all times. അപ്പോൾ എല്ലാം നമ്മുടെ ബിസിനസ് സ്ഥാപനം മുഴുവനും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മുഴുവനും ഈ ഒരു ഒബ്ജക്റ്റീവിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഡെഫിനിഷൻ കണ്ടോ. ഒബ്ജക്റ്റീവ്സ് ആർ ദ ഗോൾസ്, എയിംസ് ഓർ പർപ്പസ് ദാറ്റ് ഓർഗനൈസേഷൻസ് വിഷ് ടു അച്ചീവ് ഓവർ വേരിയിങ് പീരീഡ്സ് ഓഫ് ടൈം. എക്സാമ്പിൾ ആയിട്ട് ഇത് ഓർത്താൽ മതി. ഇൻക്രീസ് പ്രോഫിറ്റ്സ് ബൈ 10% പെർ ഇയർ. ഓരോ വർഷവും അവരുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് 10% ഉയർത്തുക എന്നതാണ് ഒരു ഒബ്ജക്റ്റീവിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. Objectives need to be expressed in specific terms. That is, they should be measurable in quantitative terms. Quantitative terms ഇപ്പം നമ്മൾ പറയില്ല 10% കൂടുക, ഓരോ വർഷവും 10% സെയിൽസ് കൂട്ടുക. അപ്പോൾ അതൊരു ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ മെഷറബിൾ ആയിട്ടുള്ള ആ ഒരു ടേംസിലാണ് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ഇൻ ദ ഫോം ഓഫ് എ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിസൈഡ് റിസൾട്ട്സ് ടു ബി അച്ചീവ്ഡ് വിത്തിൻ എ ഗിവൺ ടൈം പീരീഡ്. അപ്പോൾ ഒരു ടൈം പീരീഡിൽ ഓരോ കാലയളവിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് റിട്ടൺ ആയിട്ട് തന്നെ നമ്മൾ എഴുതി വെക്കും. ആ ഒരു പ്ലാനിൽ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ 20% അടുത്ത വർഷം അല്ലെങ്കിൽ ഇന്ന വർഷത്തിൻ്റെ ഉള്ളിൽ 20% സെയിൽസ് കൂട്ടുക. അതായിരിക്കും ആ ഒരു ടൈമിൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് മെഷറബിൾ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാണ് അത് എക്സ്പ്രസ് ചെയ്യുക. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ പോലും അത് കൃത്യമായിട്ട് പഠിക്കുക. നോട്ടിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന പോയിന്റ്സും ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്ന പോയിന്റ്സൊക്കെ നോട്ടിലേക്ക് എഴുതുക കേട്ടോ. അടുത്ത ഒരു പ്ലാനാണ് സ്ട്രാറ്റജീസ്. എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? തന്ത്രങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. തന്ത്രങ്ങൾ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഓർഗനൈസേഷണൽ ഓവറോൾ പ്ലാൻ ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ് വർക്കിംഗ് അണ്ടർ ദ ആംബിറ്റ് ഓഫ് അൺകൺട്രോളബിൾ ഓർ അൺപ്രഡിക്റ്റബിൾ എൻവയോൺമെന്റൽ ഫോഴ്സസ്. നമുക്കറിയാം ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കുമല്ലേ, അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്കറിയില്ല. നമ്മളിപ്പോൾ എക്കണോമിക് കണ്ടീഷൻസിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റങ്ങൾ വന്നേക്കാം, അല്ലെങ്കിൽ ടെക്നോളജിയിൽ അഡ്വാൻസ്മെന്റ്സ് എപ്പോഴും വന്നിട്ടുണ്ട്. ഡേ ബൈ ഡേ ടെക്നോളജി ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ
ബിസിനസ് സ്ഥാപനം അതിനൊത്ത് വളർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താതെ പോകും അല്ലേ. അപ്പൊ ഇത്തരത്തിൽ എപ്പോഴും നമ്മുടെ ആ ഒരു ബിസിനസിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഇപ്പൊ മറ്റൊരു കോമ്പറ്റീറ്റർ നമ്മളുടെ നമ്മളിപ്പോൾ ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കി. ഇതേ രീതിയിലുള്ള മറ്റൊരു പ്രൊഡക്റ്റ്, സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മറ്റൊരു ബിസിനസ് സ്ഥാപനം മാർക്കറ്റിലേക്ക് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പറ്റീറ്റർ എന്താണോ ചെയ്യുന്നത് അവരുടെ ആക്ഷൻസിനനുസരിച്ച് നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ സ്ട്രാറ്റജീസും ഓരോ ബിസിനസ് സ്ഥാപനവും മാറ്റാറുണ്ട്. അപ്പൊ ഇത്തരത്തില് മാറ്റങ്ങൾ എന്ത് തന്നെ വന്നാലും മാറ്റങ്ങൾ എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്, നമ്മളുടെ കയ്യിലല്ല, അൺകൺട്രോളബിൾ ആണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുവാനായിട്ട് ഒരു ഓവറോൾ ആയിട്ടൊരു പ്ലാൻ തയ്യാറാക്കും, ഓവറോൾ ആയിട്ടൊരു തന്ത്രങ്ങൾ നമ്മൾ തയ്യാറാക്കും. അത്തരത്തിൽ തയ്യാറാക്കുന്ന പ്ലാനുകളെ നമ്മൾ സ്ട്രാറ്റജീസ് എന്നാണ് വിളിക്കുക. ഇറ്റ് റെഫേഴ്സ് ടു ദ ഓർഗനൈസേഷണൽ ഓവറോൾ പ്ലാൻ ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ് വർക്കിംഗ് അണ്ടർ ദ ആംബിറ്റ് ഓഫ് അൺകൺട്രോളബിൾ ഓർ അൺപ്രഡിക്റ്റബിൾ എൻവയോൺമെന്റൽ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക കേട്ടോ, രൂപീകരിക്കാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊക്കക്കോള കമ്പനി എല്ലാവർക്കും അറിയാലോ, കൊക്കക്കോള കമ്പനി അറിയില്ലേ. അപ്പോൾ ഈ കൊക്കക്കോള കമ്പനി ആ സമയത്ത് ആ ഒരു കൊക്കക്കോള മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും കുറേ കഴിഞ്ഞപ്പോൾ ആളുകൾ കുറച്ചും കൂടി ഈ ഒരു ഷുഗറി സോഡയാണല്ലോ മെയിൻ. അപ്പോൾ ഈ ഷുഗർ അതിൻ്റെ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആവാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഷുഗർ കണ്ടന്റ് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകളെ പയ്യെ അത് വാങ്ങിക്കാതെയായി, കൊക്കക്കോള വാങ്ങിക്കാതെയായി. അപ്പോൾ 1980s അപ്പോൾ ഇത്തരത്തിൽ കുറച്ചും കൂടി ആളുകൾ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഷുഗർ കുറവുള്ള അത്തരത്തിലുള്ള ഡ്രിങ്കുകളിലേക്ക് കൂടുതലായിട്ട് പോകുന്നത് കണ്ട സമയത്ത് ഈ കൊക്കക്കോള ഒരു സ്ട്രാറ്റജി അവിടെ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഈ കൊക്കക്കോള കമ്പനി പിന്നീട് ഡയറ്റ് കോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കൊക്കക്കോള നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, കൊക്കക്കോള സീറോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിൽ ഷുഗർ കണ്ടന്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഡയറ്റ് കോക്ക് എന്ന പേരിൽ അവർ കൊക്കക്കോള പിന്നീട് മാർക്കറ്റിലേക്ക് ഇറക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ ആ ഒരു ബിസിനസ് അവർക്ക് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം ഈ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങിക്കാതെ പോയിരുന്നെങ്കിൽ അവരുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സിലേക്ക് അവരുടെ ലക്ഷ്യം അവർക്ക് കൈവരിക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവര് ആ ഒരു ബിസിനസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു സ്ട്രാറ്റജി അങ്ങനെ രൂപീകരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡയറ്റ് കോക്ക് അല്ലെങ്കിൽ കൊക്കക്കോള സീറോ എന്ന് പറയുന്ന ആ ഒരു ഡ്രിങ്ക് ഇപ്പോഴും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തില് ആളുകളുടെ ഇഷ്ടം, കൺസ്യൂമേഴ്സിന്റെ ഇഷ്ടങ്ങൾ മാറാം, അല്ലെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടങ്ങൾ മാറാം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ മാറാം, അവരുടെ ആവശ്യങ്ങൾ മാറാം, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റ് മാറാം, എൻവയോൺമെന്റൽ ഫോഴ്സസും എന്ത് രീതിയിലൊക്കെ വരാം. പല രീതിയിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് ഓരോ പ്ലാനുകൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാനുകൾ, ഒരു ഓവറോൾ പ്ലാൻ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ രൂപീകരിക്കുന്ന ഒരു പ്ലാനാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, എ സ്ട്രാറ്റജി മേ ബി ഡിഫൈൻഡ് ആസ് എ gamesmanship or an administrative course of action designed to achieve success in the face of difficulties. സിമ്പിൾ വാക്കാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് ഏത് പുസ്തകത്തിൽ നിന്നാണ് ചോദിക്കുക, അല്ലെങ്കിൽ അവർ ഏത് ബുക്കാണ് റെഫർ ചെയ്യുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പല വാക്കുകളും ഉപയോഗിച്ചിട്ടുള്ള പല സെന്റൻസുകളൊക്കെ നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. ഗെയിംസ്മാൻഷിപ്പ് ഡിസൈൻ ടു അച്ചീവ് സക്സസ് ഇൻ ദ ഫേസ് ഓഫ് ഡിഫിക്കൽട്ടീസ്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾക്ക് എന്താ ഉത്തരം എന്ന് പെട്ടെന്ന് ക്ലിക്ക് ആവണ്ടേ അല്ലെ? എന്താ ഉത്തരം? സ്ട്രാറ്റജി ആണോ അല്ലെങ്കിൽ പോളിസി ആണോ പ്രൊസീജിയർ ആണോ? അത് എന്താ ഉദ്ദേശിക്കുന്നത്? ഗെയിംസ്മാൻഷിപ്പ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മളുടെ എതിരാളിക്ക് മേൽ നമുക്ക് വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വൈദഗ്ധ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ കോമ്പറ്റീറ്ററിന്റെ മേളിൽ നമുക്ക് വിജയം നേടണം, അല്ലെങ്കിൽ അവരെക്കാളും അവരെ കടത്തി വെട്ടണം നമ്മൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വൈദഗ്ധ്യത്തിനാണ് നമ്മൾ ഗെയിംസ്മാൻഷിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയാം. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മളുടെ വളരെ പ്ലാൻഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, നമ്മളുടെ ആ ഒരു പ്ലാനിങ്ങിൽ നമ്മളുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള പല ഡിഫിക്കൽട്ടീസ് വരുന്ന സമയത്ത് വളരെ പ്ലാൻഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ, ആ ഒരു അപ്രോച്ച്, അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് അത് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ആ ഒരു പ്ലാൻഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ കൂടി നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കുക കേട്ടോ. സോ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ gamesmanship or an administrative course of action designed to achieve success in the face of difficulties. It is an overall plan which a company chooses in order to move or reach the mission or
മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. പല രീതിയിൽ നമുക്ക് പഠിക്കണം കേട്ടോ. പല രീതിയിൽ പല വാക്കുകൾ, പല വേർഡ്സ് നിങ്ങൾ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം ഇങ്ങനെ പല പല വാക്കുകളൊക്കെ എടുത്ത് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ആണ്, ഒന്നുമില്ല. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങളാണ്. പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്ത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ മാറ്റങ്ങൾ വരും. കോമ്പറ്റേഴ്സ് ഒരുപാട് രീതിയിലുള്ള അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മളുടെ സ്ട്രാറ്റജീസിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ പ്ലാൻ ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന തന്ത്രങ്ങളെയാണ് നമ്മൾ സ്ട്രാറ്റജീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്ട്രാറ്റജിയും ഒരു സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ് കേട്ടോ. മറ്റൊരു സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ് പോളിസീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ് പോളിസി. ഇറ്റ് ഈസ് എ ജനറൽ ഗൈഡ് ടു തിങ്കിങ് ആൻഡ് ആക്ഷൻ rather than a specific course of action. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിക്കുന്നോ ചിന്തിക്കുന്നോ, നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നു, ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ആക്ഷൻ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില ഗൈഡ് ലൈനുകളുണ്ട്. ഈ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ പോളിസി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദ ഏരിയ ഓർ ലിമിറ്റ്സ് വിത്തിൻ വിച്ച് ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ ചില ഡിസിഷൻസ് എടുക്കുന്നു, നമ്മൾക്കൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ചില ലിമിറ്റുകൾ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചില ലിമിറ്റുകൾ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ലിമിറ്റുകളെയാണ് നമ്മൾ പോളിസി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു പോളിസി ഒരു ഗൈഡ് ലൈൻ ആണ്. ആ ഗൈഡ് ലൈൻസ് ചില ലിമിറ്റുകൾ പറഞ്ഞു വെക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ലീവ് പോളിസി, എംപ്ലോയീസ് ഒക്കെ ലീവ് എടുക്കും അല്ലെ, സ്വാഭാവികമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു പോളിസിയാണ്, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ നോക്കിക്കേ, നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഒരു പോളിസി എന്ന് പറയുക, ആ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ആ പോളിസി, ആ ഒരു പ്ലാൻ നമ്മൾ രൂപീകരിക്കുന്ന സമയത്ത് നമ്മളുടെ ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ് ഈ എംപ്ലോയീസ് ആരെങ്കിലും ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യണം. ഇപ്പോൾ ഒരു എംപ്ലോയി വന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സ്റ്റാഫിനെ നമ്മൾ ആ ഒരു ദിവസം നമ്മൾ അവരെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു സ്റ്റാഫിംഗ് എൻഷുർ ചെയ്യണം. ഇത്തരത്തിൽ എംപ്ലോയീസിന്റെ ആബ്സെൻസ്, അവർ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വിചാരിക്കാം. അപ്പൊ പോളിസി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ്, പോളിസി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. എംപ്ലോയീസ് ആർ എൻടൈറ്റിൽഡ് ടു 12 days ഓഫ് പെയ്ഡ് സിക്ക് ലീവ് പെർ ഇയർ. ഒരു വർഷം 12 പെയ്ഡ് സിക്ക് ലീവുകൾ നിങ്ങൾക്ക് എടുക്കാം. അവിടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലേ, ഒരു വർഷം 12 സിക്ക് ലീവ് നിങ്ങൾക്ക് എടുക്കാം. എനി ലീവ് എക്സീഡിംഗ് 5 consecutive days മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ഡോക്ടേഴ്സ് നോട്ട്. ഇപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ട് 5 ദിവസത്തിൽ കൂടുതൽ ലീവ് എടുത്താൽ അവിടെ ഒരു ഡോക്ടറിന്റെ ഒരു നോട്ട്, ആ ഒരു കുറിപ്പ് അവിടെ നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഓൾ ലീവ് റിക്വസ്റ്റ് ഷുഡ് ബി സബ്മിറ്റഡ് അറ്റ്ലീസ്റ്റ് 48 hours in advance except in cases of emergency. എമർജൻസി ഇല്ലാത്തടത്തോളം കാലം, എമർജൻസി ഇല്ലാതെ ഉള്ളൊരു നോർമൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലീവ് 48 hours മുൻപ് തന്നെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലീവിന്റെ കാര്യം പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ലീവ് എടുക്കണം എന്നുണ്ട്. അപ്പൊ എങ്ങനെ എടുക്കണം, നമുക്കൊരു ലിമിറ്റുകൾ ഉണ്ട്, ചില ഗൈഡ് ലൈനുകളാണ് ഈ ഒരു പോളിസിയിൽ പറയുന്നത് അല്ലെ. എത്ര ലീവ് എടുക്കാം അല്ലെങ്കിൽ എപ്പോഴാണ് എടുക്കേണ്ടത്, അങ്ങനെ അത്തരത്തിലുള്ള ചില ഗൈഡ് ലൈനുകൾ, ചില ലിമിറ്റുകൾ ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലിമിറ്റുകളെ, ഈ ഒരു ഗൈഡ് ലൈനുകളെയാണ് നമ്മൾ പോളിസി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ പോളിസീസ് എപ്പോഴും ഉണ്ടാവും, പല പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് എപ്പോഴും പോളിസീസ് ഉണ്ടാവും. അപ്പൊ ഈ പോളിസീസ് അനുസരിച്ച് വേണം ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഓരോരുത്തരും അവർ ചിന്തിക്കാനും അവർ പ്രവർത്തിക്കാനും ഒക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ പോളിസി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ഇനി ഒന്ന് വായിച്ചു നോക്കിക്കേ. പോളിസി ഈസ് എ ജനറൽ ഗൈഡ് ടു തിങ്കിങ് ആൻഡ് ആക്ഷൻ rather than a specific course of action. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പോളിസീസ് ആർ ഗൈഡ് ലൈൻസ് സെറ്റ് അപ്പ് ബൈ ദ കമ്പനി ഫോർ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഡിഫൈൻസ് ദ ഏരിയ ഓർ ലിമിറ്റ്സ് വിത്തിൻ വിച്ച് ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു എക്സാമ്പിൾ ഓർത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അതുപോലെ എ പോളിസി ഈസ് ഫോർമുലേറ്റഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇറ്റ് സീക്സ് ടു കോൺട്രിബ്യൂട്ട് ടു ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ശരിയാണല്ലേ? ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിന്. ആ ഒരു ഒബ്ജക്റ്റീവിന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോളിസി സർക്കാർ ബിസിനസ് സ്ഥാപനം ഫോർമുലേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് മെയിൻ ആയിട്ട് എന്താണ്? കൂടുതൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് നല്ല സെയിൽസ് നടക്കണം, നല്ല പ്രോഫിറ്റ് ഉണ്ടാവണം. അപ്പൊ അതിനെന്ത് വേണം? എംപ്ലോയീസ് നമ്മളുടെ സ്ഥാപനത്തിൽ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഒത്തിരി എല്ലാ എംപ്ലോയീസും ഇഷ്ടമുള്ളത് പോലെ അല്ലെങ്കിൽ തോന്നിയത് പോലെ എല്ലാ ദിവസവും ലീവൊക്കെ എടുത്താൽ, ഒത്തിരി അല്ലെങ്കിൽ മാസത്തിലെ ഒരുപാട് ദിവസങ്ങളിൽ ലീവൊക്കെ എടുത്താൽ നമ്മൾക്ക് ഈ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്താനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഒബ്ജക്റ്റീവ്സ് ഒക്കെ അതിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ, അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോളിസീസ് എല്ലാം തന്നെ ഈ ഒരു ബിസിനസ് സ്ഥാപനം ഫോർമുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. The objectives are the ends
to be reached while policies are the means or routes to those ends. ശരിയാണല്ലേ? ഒബ്ജക്റ്റീവ്സ് നമ്മൾ എവിടെ എത്തണം എന്ന നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള ആ ഒരു എൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പോളിസീസ് എന്ന് പറയുന്നത് ആ ഒരു എൻഡിലേക്ക് പോവേണ്ട ആ ഒരു വഴി, ആ ഒരു റൂട്ട് എന്താണെന്നാണ് പോളിസിയിലൂടെ നമുക്ക് മനസ്സിലാവുക അല്ലെ. അപ്പോൾ അവിടെ കുറച്ച് ലിമിറ്റുകൾ ഉണ്ട്. നമ്മൾ കുറെ ലിമിറ്റുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ചില ഗൈഡ് ലൈൻസിലൂടെയാണ് നമ്മൾ എന്തൊക്കെ നമ്മളുടെ ആക്ഷൻസ്, നമ്മളുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം എന്ന് ഗൈഡ് ചെയ്യുന്ന ഒന്നാണ് പോളിസീസ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ആ ഒരു എൻഡ് ആണെങ്കിൽ പോളിസീസ് ആർ ദ മീൻസ് ഓർ റൂട്ട്സ് ടു ദോസ് എൻഡ്സ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ഡിസൈഡ് വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒബ്ജക്റ്റീവ്സ് ഡിസൈഡ് ചെയ്യും. വെറാസ് പോളിസീസ് ഡീൽസ് വിത്ത് ഹൗ ടു ഡു ഇറ്റ്, അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ആക്ഷൻ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു പോളിസീസ് ആണ്. അപ്പോൾ ഈ പോളിസീസ് ഫോളോ ചെയ്ത് മാത്രമേ ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിനും വർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പല രീതിയിൽ നമുക്ക് ഇതിനെ പറയണം. നോക്കി, ഒബ്ജക്റ്റീവ്സ് ഇൻഡിക്കേറ്റ് ദ ഡെസ്റ്റിനേഷൻ, പോളിസീസ് ലേ ഡൗൺ ദ റൂട്ട്സ് ടു ദാറ്റ് ഡെസ്റ്റിനേഷൻ. പല രീതിയിൽ നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും: ഒബ്ജക്റ്റീവ്സ് ഇൻഡിക്കേറ്റ് ദ ഡെസ്റ്റിനേഷൻ, പോളിസീസ് ലേ ഡൗൺ ദി റൂട്ട്സ് ടു ദാറ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പല രീതിയിൽ ഇങ്ങനെ നോട്ടിൽ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ഈ പോളിസി ഫോർമുലേഷനിൽ കൂടുതലും ആരാണ് ഈ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്? ആരാണ് കൂടുതലായിട്ടും? അത് ഏറ്റവും പ്രധാന റോള് വഹിക്കുന്നത് ആരാണ്? ഹയർ ലെവൽ മാനേജേഴ്സ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോളിസി ഫോർമുലേഷൻ. അത് ആരുടെയാണ്? അത് ഹയർ ലെവൽ മാനേജേഴ്സ് ആണ് ഈ പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുക. ഇത് ഒരു കോമ്പറ്റീവ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. സോ ഹയർ ലെവൽ മാനേജേഴ്സ് പ്ലേസ് എ മോർ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പോളിസി ഫോർമുലേഷൻ. അപ്പോൾ പോളിസി ഫോർമുലേഷൻ എന്നൊരു വാക്ക് കണ്ടാൽ അത് നേരെ ഹയർ ലെവൽ മാനേജേഴ്സ് ആണെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, അതുപോലെ പോളിസീസ് ആർ ബോത്ത് റെസ്ട്രിക്റ്റീവ് ആൻഡ് permissive in nature. They are restrictive in so far as they contain certain constraints for ensuring consistent action and behavior on the part of executives. Policies are permissive in the sense that subordinates are given the freedom to operate within specified constraints. അങ്ങനെ പറയാം. അതായത് റെസ്ട്രിക്റ്റീവ് ആണ്, പെർമിസീവ് ആണ്. റെസ്ട്രിക്റ്റീവ് എന്ന് പറഞ്ഞാൽ പല റെസ്ട്രിക്ഷൻസ് അവിടെ വരുന്നുണ്ടല്ലേ, പല ലിമിറ്റുകൾ, പല കൺസ്ട്രെയിൻസ് അവിടെ വരുന്നുണ്ട്. അതിനുള്ളിൽ നിന്ന് വേണം ഈ ഒരു ആ ഒരു പോളിസീസ് ഫോളോ ചെയ്ത് വേണം ഓരോ എംപ്ലോയീസും ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ആ ഒരു പോളിസിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ, ആ ഒരു ലിമിറ്റിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ, ആ ഒരു കൺസ്ട്രെയിൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഇഷ്ടമുള്ളത് പോലെ അവരുടെ കഴിവുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ പാകത്തിന് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡവും ഓരോ ബിസിനസ് സ്ഥാപനത്തിലും ഉണ്ടാവും. അപ്പോൾ റെസ്ട്രിക്റ്റീവ് ആണെന്ന് പറയാം, പെർമിസീവ് ആണെന്ന് പറയാം. റെസ്ട്രിക്റ്റീവ് ഇൻ ദ സെൻസ് അവർക്ക് കുറെ ലിമിറ്റുകളുണ്ട്, നമുക്ക് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇന്നത് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഇന്ന ലിമിറ്റിനകത്ത് നിന്ന് വേണം ചെയ്യാനായിട്ട്. എന്നാൽ ആ ഒരു ലിമിറ്റിനകത്ത് നിന്ന് എങ്ങനെ വേണമെങ്കിലും ആ ഒരു ആക്ഷൻ ചെയ്യാനായിട്ട്, ആ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം കഴിവുകൾ ഉപയോഗപ്പെടുത്തി മാക്സിമം പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടുള്ള ആ ഒരു ഫ്രീഡവും ആ ഒരു എംപ്ലോയീസിന് ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാവും. അപ്പോൾ അത് പെർമിസീവ് ആണ് പോളിസീസ്, റെസ്ട്രിക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. മറ്റൊരു രീതിയിലും പറയുന്നതുപോലെ പോളിസി ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ദി ഇന്റൻഷൻസ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് ഇന്റൻഷൻസ് എന്താണ്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഇന്റൻഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു എക്സ്പ്രഷൻ ആണ് ഈ ഒരു പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ പല രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 1 by 1 ഓരോന്ന് നമ്മൾ നോക്കി പോകുന്നത് കേട്ടോ. അപ്പോൾ പോളിസി എന്താണെന്ന് മനസ്സിലായാലും ആ ഒരു ഗൈഡ് ലൈനുകളാണ് അല്ലെ, ഗൈഡ് ലൈനുകളാണ് നമ്മൾ എങ്ങനെ ഒരു ആക്ഷൻ എടുക്കണം, എങ്ങനെ ചിന്തിക്കണം, അതിന് കുറച്ച് ലിമിറ്റുകൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ലിമിറ്റുകൾ ഡിഫൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ പോളിസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പോളിസി ഫോർമുലേഷൻ ആരാണ് ചെയ്യുന്നത്? ഹയർ ലെവൽ മാനേജ്മെന്റ് ആണ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ഒരു സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ് പ്രൊസീജിയർ. എന്താണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു വാക്കാണല്ലേ. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകേണ്ടത്, അതിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുക. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലെ. ഫൈനൽ ആയിട്ടുള്ള ഒരു ഗോളിന് പുറമെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ, ചെറിയ ഒബ്ജക്റ്റീവുകൾ ഉണ്ട്. ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു പോളിസീസ് ഉണ്ടല്ലോ, ആ പോളിസീസിലെ ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഈ
ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകേണ്ടതെന്ന് എഴുതി വെക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ഒരു പ്ലാനാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. അതായത് ആ ഒരു ഓർഡറിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്സ്, അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്, അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ആ ഒരു ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഒരു പ്രൊസീജിയർ, അതൊരു പ്ലാൻ ആണല്ലേ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തില് എല്ലാ കാര്യങ്ങളും പ്ലാനിങ്ങിലൂടെ മാത്രമാണ് മുന്നോട്ട് പോവുക. എല്ലാ കാര്യം പ്ലാൻ ചെയ്ത പ്രകാരം നടക്കുക. പ്ലാനിങ് ഇല്ലാണ്ട് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ വളരെ ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അതുപോലും വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങിലൂടെ തന്നെയാണ് മുന്നോട്ട് പോവുക. അപ്പൊ അത് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു പ്ലാൻ തന്നെയാണ്, ഒരു സ്റ്റാൻഡിങ് പ്ലാൻ ആണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഓർഡർ കിട്ടുകയാണ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന്റെ ഓർഡറിന്റെ പ്രോസസ്സിങ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നമ്മൾ പ്ലാനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബിസിനസ് സ്ഥാപനം. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ഓർഡർ റിസീവ് ചെയ്യുക. അതിപ്പോൾ എങ്ങനെയായിരിക്കും റിസീവ് ചെയ്യുക? വെബ്സൈറ്റിലൂടെ റിസീവ് ചെയ്യാം, അല്ലെ ഫോണിലൂടെ ഇപ്പോൾ റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്ത് റിസീവ് ചെയ്യാം, അല്ലെ ഓർഡർ പ്ലേസ് ചെയ്യണ്ടേ, കസ്റ്റമറിന് ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഓർഡർ റിസീവ് ചെയ്യുക, അതാണ് നമ്മുടെ പ്രൊസീജിയറിൽ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പ്ലാനിൽ എഴുതി വെക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഓർഡർ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുക. ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റി ആണ് വേണ്ടത്, ഏത് പ്രൈസിലെ പ്രൊഡക്റ്റ് ആണ് വേണ്ടത്, കസ്റ്റമേഴ്സിന്റെ ബാക്കി ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്നൊക്കെ വെരിഫൈ ചെയ്യുക. അതാണ് ഈ പ്രൊസീജിയറിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഈ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടോ എന്ന്, ആ പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി ഉറപ്പിക്കണ്ടേ, അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കണം. അപ്പൊ അതിന്റെ അവൈലബിലിറ്റി കൺഫേം ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് നമുക്കൊരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഓർഡർ ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം എന്താണ്, നമുക്ക് പേയ്മെന്റ് ആണ്, അല്ലെ. പേയ്മെന്റ് പ്രോസസ്സിംഗ് ആണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരാം. അപ്പൊ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് പേയ്മെന്റ് പ്രോസസ്സിംഗ്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് നമ്മൾ പ്രോസസ്സിംഗ് നടത്തിയിട്ട് അത് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണോ, ബാങ്ക് ട്രാൻസ്ഫർ ആണോ, ഗൂഗിൾ പേ ആണോ, എന്താണെന്ന് നമ്മൾ നോക്കിയിട്ട് അത് വെരിഫൈ ചെയ്യുക. ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഓർഡർ പാക്ക് ചെയ്യണം. പാക്കേജിങ് ഓഫ് ഓർഡർ ആണ് അടുത്ത സ്റ്റെപ്പ്, ആറാമത്തെ സ്റ്റെപ്പ്. പിന്നെ നമ്മൾക്ക് അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രൊസീജിയറിൽ എഴുതുകയാണ്, ആ ഒരു ഓർഡർ പാക്ക് ചെയ്തതിന്റെ നമ്മളത് കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ, ഓർഡർ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യുക, നമ്മൾ ആ ഒരു ഷിപ്പിംഗ് അറേഞ്ച് ചെയ്യും, അല്ലെ. നമ്മൾ ഇന്ന സമയത്ത് നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അവിടെ ഷിപ്പിംഗ് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ. ഷിപ്പിംഗ് മെത്തേഡ്സ് നമ്മൾ അറേഞ്ച് ചെയ്യണം. പിക്കപ്പ് എവിടെയാണ്, അല്ലെങ്കിൽ ഡ്രോപ്പ് ഓഫ് എവിടെയാണെന്നൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ഏത് ദിവസമാണ്, എപ്പോഴാണ്, അത് എങ്ങോട്ടേക്കാണെന്നൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൺഫർമേഷൻ കൊടുക്കും, അല്ലെ. ഇന്ന പ്രൊഡക്റ്റ് ഇന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്, നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മളിപ്പോ ഓൺലൈൻ വെബ്സൈറ്റിലൂടെയൊക്കെ നമ്മളിപ്പോ പല സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. അപ്പൊ ഇത്രയും പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ആയി എന്ന് പറയും. അപ്പൊ ഇത്രയും സ്റ്റെപ്സിലൂടെയാണ്, അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു പ്രൊസീജിയർ, ആ ഒരു പ്ലാനിനകത്ത് അവർ ഇത്രയും സ്റ്റെപ്സ് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് അവരുടെ ആ ഒരു പ്രവർത്തനം, അവരുടെ ഒബ്ജക്റ്റീവ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ക്രോണോളജിക്കൽ സീക്വൻസ് ആയിട്ട്, ആ ഒരു 1 by 1 ആയിട്ട് സ്റ്റെപ്പുകളായിട്ട് നമ്മൾ എഴുതി വെക്കുന്ന, സ്റ്റെപ്പുകളായിട്ട് ഡിസൈഡ് ചെയ്ത് വെക്കുന്ന ആ പ്ലാനിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് വിളിക്കുക. എന്താണ് പ്രൊസീജിയർ? സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? സോ ഇനി ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇറ്റ് ഈസ് എ ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ടു ബി അണ്ടർടേക്കൺ ടു എൻഫോഴ്സ് എ പോളിസി ആൻഡ് ടു അറ്റൈൻ ആൻ ഒബ്ജക്റ്റീവ്. വളരെ സിമ്പിൾ ആണ്, അല്ലേ. It lays down the detailed steps indicating how to accomplish a task. ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അത് എങ്ങനെ നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യണം, എങ്ങനെ നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്ന പല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് വിളിക്കുക. നോക്കി, മറ്റൊരു ഡെഫിനേഷൻ കണ്ടോ. പ്രൊസീജിയേഴ്സ് പ്രിസ്ക്രൈബ് ദ മാനർ ഓർ മെത്തേഡ് ബൈ വിച്ച് ദ വർക്ക് ഈസ് ടു ബി പെർഫോംഡ്. സിമ്പിൾ ആണ്, അല്ലേ. മറ്റൊരു രീതിയിലുള്ള ഡെഫിനേഷൻ നോക്കി. ഇറ്റ് ഈസ് എ പ്ലാൻഡ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഫോർ പെർഫോമിംഗ് റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ് യൂണിഫോംലി ആൻഡ് കൺസിസ്റ്റന്റ്ലി. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരാളല്ല വാങ്ങിക്കുക, അല്ലേ.
ഒത്തിരി ആളുകൾ ഇതേ സെയിം കാര്യങ്ങൾ ഒത്തിരി ആൾ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സെയിം ടാസ്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പൊ റിപ്പീറ്റേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾക്കപ്പോൾ ഈ പ്രൊസീജിയർ നോക്കിയിട്ട് അല്ലെ പ്രൊസീജിയർ അനുസരിച്ച് ആ ഒരു പ്ലാൻ പ്രകാരം നമുക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ യൂണിഫോംലി ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ടും യൂണിഫോം ആയിട്ട് ഒരേപോലെ നമുക്ക് ആ ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡിംഗ് പ്ലാന് നമ്മളെ സഹായിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിനെ സഹായിക്കുന്നുണ്ട്. ഇതാണ് പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു പ്ലാൻ കൂടിയുണ്ട്, മെത്തേഡ് എന്ന് പറയുന്നത് മറ്റൊരു സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ്. അത് ആക്ച്വലി പ്രൊസീജിയറിന്റെ ഒരു സബ് പ്ലാൻ എന്ന് വേണം നമുക്ക് പറയാം കേട്ടോ. സബ് പ്ലാൻ ആയിട്ടാണ് വരുന്നത്, എന്നാലും നമ്മൾ മെത്തേഡ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് തന്നെ പഠിച്ചു വെച്ചോ കേട്ടോ. പ്രൊസീജിയറിന്റെ ഒരു സബ് യൂണിറ്റ് പോലെ സബ് പ്ലാൻ ആയിട്ടാണ് മെത്തേഡ് വരുന്നത്. അപ്പോൾ എന്താണ് മെത്തേഡ് എന്ന് പറയുന്നത്? എ മെത്തേഡ് ഔട്ട്ലൈൻസ് ദ സ്പെസിഫിക് വേ ഇൻ വിച്ച് എ പർട്ടിക്കുലർ സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയർ ഈസ് ടു ബി പെർഫോംഡ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പ്രൊസീജിയേഴ്സിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് അല്ലേ. അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നിശ്ചയിച്ച് വെക്കും. ആ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുക. ഒരു ഡീറ്റെയിൽഡ് ആണ് നമ്മൾ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതും. അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണമെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിച്ച് വെച്ചാൽ അതിന് നമ്മൾ മെത്തേഡ് എന്നാണ് പറയുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. നമ്മളിപ്പോൾ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞല്ലോ. ഒരു കസ്റ്റമർ ഒരു ഓർഡർ എടുക്കുന്ന സമയത്ത് നമ്മൾ റിസീവ് ചെയ്യണം, ഓർഡർ വെരിഫൈ ചെയ്യണം, നമ്മളുടെ ആ ഒരു അവൈലബിലിറ്റി കൺഫേം ചെയ്യണം, ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യണം, പേയ്മെന്റ് പ്രോസസ്സ് ചെയ്യണം, ഓർഡർ പാക്ക് ചെയ്യണം, അങ്ങനെ കുറേ സ്റ്റെപ്സ് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ പേയ്മെന്റ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് ആ ഒരു മെത്തേഡ് പ്ലാനിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. ആ ഒരു കസ്റ്റമർ പേയ്മെന്റിന്റെ പ്രോസസ്സിങ് ആ ഒരു സ്റ്റെപ്പിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് കസ്റ്റമറിന്റെ പേയ്മെന്റ് വെരിഫൈ ചെയ്യേണ്ടതെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് മാത്രം എടുത്തിട്ട് ആ സ്റ്റെപ്പ് എങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെക്കും, തീരുമാനിച്ചു വെക്കും. ഇപ്പോൾ കസ്റ്റമർ പേയ്മെന്റ് വെരിഫൈ ചെയ്യണം. അപ്പോൾ പേയ്മെന്റ് സിസ്റ്റം ആക്സസ് ചെയ്യുക, പേയ്മെന്റ് സോഫ്റ്റ്വെയർസ് ഉണ്ടാവില്ല, പല പോർട്ടലുകൾ ഉണ്ടാവും, സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പേയ്മെന്റ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക, കസ്റ്റമർ ഓർഡർ ലൊക്കേറ്റ് ചെയ്യുക, പേയ്മെന്റ് സ്റ്റാറ്റസ് നമ്മൾ നോക്കുക, അവിടെ ആ പേയ്മെന്റ് എങ്ങനെയാണ് പ്രോസസ്സ് ആയിട്ടുണ്ട് അത് കൺഫേം ചെയ്യണം, എമൗണ്ട് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യുക, പേയ്മെന്റ് മെത്തേഡ്സ് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, പേയ്മെന്റ് എന്താണെന്ന് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ പേയ്മെന്റിൽ എന്തെങ്കിലും ഫെയിൽ ആയിക്കുന്നുള്ള ആ ഒരു ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് ആയിരുന്നു ഈ പേയ്മെന്റ് പ്രോസസ്സിംഗ്. ആ ഒരു സ്റ്റെപ്പ് ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് ആയിരുന്നു. ആ ഒരു സ്റ്റെപ്പ് തന്നെ എങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് വെച്ചാൽ അതിനെ നമ്മൾ മെത്തേഡ് എന്നാണ് പറയുക. സോ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊസീജിയറിന്റെ ഒരു സബ് യൂണിറ്റ് അല്ലെങ്കിൽ സബ് പ്ലാൻ എന്ന് നമുക്ക് പറയാം. സിമ്പിൾ ആണല്ലേ. ഇനി ഒന്ന് വായിച്ചു നോക്കിക്കേ. മെത്തേഡ് ഔട്ട്ലൈൻസ് സ്പെസിഫിക് വേ ഇൻ വിച്ച് എ പർട്ടിക്കുലർ സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയർ ഈസ് ടു ബി പെർഫോംഡ്. Methods are basically subunits or subplans of a procedure. A method is more detailed than a procedure. ശരിയാണ്. പ്രൊസീജിയറിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് സ്പെസിഫൈസ് ദ മാനുവൽ ഓർ മെക്കാനിക്കൽ വേ ബൈ വിച്ച് an operation is to be performed. മാനുവലായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഓരോ സ്റ്റെപ്പും എങ്ങനെ ചെയ്യണം നമ്മൾ എഴുതി വെച്ചാൽ, തീരുമാനിച്ച് വെച്ചാൽ, ഔട്ട്ലൈൻ ചെയ്ത് വെച്ചാൽ അതിനെ നമ്മൾ മെത്തേഡ് എന്നാണ് പറയുക. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങൾ ഏത് പുസ്തകം എടുത്ത് വായിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്താണ് മെത്തേഡ്, എന്താണ് പ്രൊസീജിയർ, എന്താണ് പോളിസി, ഇതെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാവട്ടെ. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രൊസീജിയറും മെത്തേഡും. അടുത്ത ഒരു പ്ലാനാണ് റൂൾ എന്ന് പറയുന്നത്. നമ്മൾക്ക് അറിയുന്ന റൂള് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരു റൂള് നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിലുള്ള എല്ലാവരും, അതിപ്പോൾ ഹയർ ലെവൽ മാനേജ്മെന്റ് ആയാലും ലോവർ ലെവൽ മാനേജ്മെന്റ്, എല്ലാവരും ഒരേപോലെ പാലിക്കേണ്ടതാണ് ഈ റൂൾ എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ. ഇപ്പോൾ ഈ ഒരു പ്ലാനിൽ രൂപീകരിച്ച് പ്ലാൻ ഡെവലപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ആ റൂൾസിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വയ്ക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്ലാനിനെ നമ്മൾ റൂൾ എന്നാണ് പറയുക. റൂൾസ് ആർ റിജിഡ് ആൻഡ് ഡെഫിനറ്റ് പ്ലാൻസ് ദാറ്റ് സ്പെസിഫൈ വാട്ട് ഈസ് ടു ബി ഡൺ ഓർ നോട്ട് ഡൺ ഇൻ എ ഗിവൻ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്ലാനാണ് റൂൾസ് എന്ന് പറയുന്നത്. A rule provides no scope for discretion and judgment. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഒരു എംപ്ലോയിക്ക് ഇപ്പോൾ ആരും ആയിക്കോട്ടെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഡിസിഷൻ പ്രകാരം ആ ഒരു റൂൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ റൂൾ ഇങ്ങനെ ചെയ്യാമെന്നും തീരുമാനിക്കാനായിട്ടുള്ള അധികാരം ഇല്ല. ഇത് പ്രൊവൈഡ്സ് നോ സ്കോപ്പ് ഫോർ ഡിസ്ക്രീഷൻ ആൻഡ് ജഡ്ജ്മെന്റ്. ഡിസ്ക്രീഷൻ ആൻഡ് ജഡ്ജ്മെന്റ് ഉദ്ദേശിക്കുന്നത് അതാണ്, ഒരാൾക്ക് സ്വന്തമായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ റൂൾ ഫോളോ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനൊന്നും സാധിക്കില്ല. ആ റൂൾ ഇസ് എ റൂൾ. ഇപ്പോൾ റൂൾ എല്ലാവരും ഒരേപോലെ പാലിക്കേണ്ട ഒന്നാണ്. It is a specified or prescribed guide to conduct or action.
അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ആക്ഷൻ എന്താണ്, നമ്മൾ എങ്ങനെ ഒരു സ്ഥാപനത്തിൽ ബിഹേവ് ചെയ്യണം, ഇതിനെ കുറിച്ചൊക്കെ പ്രത്യേകമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പ്ലാനാണ് റൂൾസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് സ്ഥാപനത്തിനകത്ത് സ്മോക്കിംഗ് പാടില്ല, അതൊരു റൂളാണല്ലേ. നോ സ്മോക്കിംഗ് ഇൻ ദ ഫാക്ടറി, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിനകത്ത് ബിസിനസ് ഓഫീസിനകത്ത് സ്മോക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു നമ്മൾ പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗൈഡ് ലൈൻ, ആ ഒരു പ്ലാനുകളെ നമ്മൾ റൂൾ എന്നാണ് പറയുക. അപ്പൊ റൂള് ഒരു പ്രൊസീജിയറിന്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ അതല്ലാതെയോ ആവാട്ടോ. പ്രൊസീജിയറിന്റെ പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എല്ലാ ഓർഡേഴ്സും ഇപ്പൊ നോക്കിയോ, ഓൾ ഓർഡേഴ്സ് മസ്റ്റ് ബി അക്നോളജ്ഡ് വിത്തിൻ 48 hours ഓഫ് ദ റിസീപ്റ്റ്. ഇപ്പൊ എല്ലാ ഓർഡേഴ്സും ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം എന്ന് നമ്മൾക്കൊരു പ്രത്യേകമായിട്ട് ഒരു റൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂൾ ആക്ച്വലി പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ. പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഒരു റൂള് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പൊ നോ സ്മോക്കിംഗ് ഇൻ ദ ഫാക്ടറി എന്ന് പറയുന്ന പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടല്ലാത്ത ഒരു ജനറൽ ആയിട്ടുള്ള റൂളാണ്. അപ്പൊ റൂൾ മേ ഓർ മേ നോട്ട് ബി എ പാർട്ട് ഓഫ് പ്രൊസീജിയർ. ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വന്നാൽ ഏത് രീതിയിലായിരിക്കും ചോദിക്കാന്ന് അറിയില്ല. ഇപ്പൊ റൂളിനെ കുറിച്ച് 4 സ്റ്റേറ്റ്മെന്റ്സ് തരുമ്പോൾ ചിലപ്പോൾ 3 നിങ്ങൾക്ക് അറിയാൻ പറ്റും, 4ാമത്തെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, റൂൾ മേ ഓർ മേ നോട്ട് ബി എ പാർട്ട് ഓഫ് പ്രൊസീജിയർ. ഇത് നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നൂലേ, അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം, നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക, ഇങ്ങനെയൊക്കെയാണ് പ്രൊസീജിയറിന്റെ പാർട്ടായിട്ട് ഇങ്ങനെ വരാലോ, അല്ലെങ്കിൽ പ്രൊസീജിയറിന്റെ പാർട്ടായിട്ടും റൂള് വരാം, ജനറൽ ആയിട്ടുള്ള റൂളും വരാം. അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. റൂൾ ജനറലി ലേസ്ഡ് ഓൺ പെനാൽറ്റി ഫോർ ഇറ്റ്സ് വയലേഷൻ. റൂൾ വയലേറ്റ് ചെയ്താൽ ജനറലി പെനാൽറ്റി ഈടാക്കാറുണ്ട്. അപ്പൊ ജനറൽ ആയിട്ട് റൂൾ എന്താണെന്ന് മനസ്സിലായാലും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് കൃത്യമായിട്ട് നമ്മൾ പ്രസ്താവിച്ച് വെക്കുന്ന നിയമങ്ങളെയാണ് നമ്മൾ റൂളുകൾ എന്ന് പറയുന്നത്. റൂളിനെ കുറച്ച് സിമ്പിൾ വേർഡ്സിലൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നമ്മളുടെ നോട്ടിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് നമ്മളത് മറന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചാൽ നോട്ട് നോക്കുമ്പോൾ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ വായിച്ചാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എല്ലാ പോയിന്റ്സ് ഇതുപോലെ സിമ്പിൾ ആയിട്ട് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നോക്കിക്കേ, സിമ്പിൾ ആണ്. നോക്കി, റൂൾസ് ആർ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഇൻഫോം വാട്ട് ഈസ് ടു ബി ഡൺ. എന്ത് ചെയ്യണം നമ്മൾ ഇൻഫോം ചെയ്യുന്ന ഒരു സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രസ്താവനകളാണ്, സ്റ്റേറ്റ്മെന്റ്സ് ആണ് റൂൾസ് എന്ന് പറയുന്നത്. They do not allow for any flexibility or discretion. It reflects a managerial decision that a certain action must or must not be taken. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു ഇൻഫോം ചെയ്യുന്ന ഒന്നാണ്, ഒരു പ്ലാനാണ് റൂൾ എന്ന് പറയുന്നത്. They are usually the simplest type of plans because there is no compromise or change unless a policy decision is taken. അപ്പോൾ ഒറ്റ പ്രാവശ്യം റൂൾ ഉണ്ടാക്കിയാൽ പിന്നെ അതിൽ വേറെ ചേഞ്ചസ് ഒന്നും വരാറില്ല, അൺലെസ് എ പോളിസി ഡിസിഷൻ ഈസ് ടേക്കൺ. പോളിസീസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ മാത്രമേ ആ ഒരു റൂളിൽ മാറ്റങ്ങൾ വരുത്തുകയുള്ളൂ, അല്ലാത്ത പക്ഷം റൂൾസ് എപ്പോഴും ആ റൂളായിട്ട് തന്നെ നിലനിൽക്കും. റൂൾസ് ആർ ഡൂസ് ആൻഡ് ഡോൺസ് സ്റ്റേറ്റ്മെന്റ്സ് പുട്ട് ഇൻ ടു പ്ലേസ് ടു പ്രൊമോട്ട് ദ സേഫ്റ്റി ഓഫ് എംപ്ലോയീസ് ആൻഡ് ദി യൂണിഫോം ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് എംപ്ലോയീസ്. റൂൾസ് ആർ ക്രിയേറ്റഡ് ടു പ്രൊട്ടക്ട് ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിൽ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ എംപ്ലോയീസിന്റെ എല്ലാവരുടെയും ബിഹേവിയർ നമ്മൾക്ക് ആ ഒരു ബിഹേവിയർ, നല്ലൊരു ബിഹേവിയർ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നല്ല ഒരു സേഫ്റ്റി, എംപ്ലോയീസിന്റെ സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യാനൊക്കെ നമ്മൾക്ക് ഈ ഇത്തരത്തിലുള്ള റൂൾസ് കൊണ്ട് അത് സാധ്യമാണ്. അപ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ് ആണല്ലോ, എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ റൂൾസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ റൂൾസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ പോളിസിയും റൂൾസും ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, കാരണം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെ, പോളിസിയും അതെ റൂളും അതെ. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പോളിസീസ് അതുപോലെ റൂൾസ്. പോളിസി എന്ന് പറയുന്നത് ബ്രോഡ് ആൻഡ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, എന്നാൽ റൂൾസ് എന്ന് പറയുന്നത് മോസ്റ്റ് സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. പോളിസി കുറച്ചും കൂടെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ജനറൽ ആയിട്ട് പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. നമ്മൾ ലീവ് പോളിസിയുടെ ഒരു എക്സാമ്പിൾ പഠിച്ചിരുന്നല്ലേ, അതേപോലെ മറ്റൊരു പോളിസി പറയാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഡാറ്റ പ്രൊട്ടക്ഷൻ പോളിസി എന്ന് വിചാരിക്കുക, അതൊരു പോളിസിയാണ്. അതായത് നമ്മളുടെ കമ്പനിയിൽ ഓരോ പേഴ്സണൽ ഡാറ്റാസ് എല്ലാം തന്നെ കമ്പനിയുടെ കൈവശമുള്ള എല്ലാവരുടെയും പേഴ്സണൽ ആയിട്ട് എല്ലാ ഡാറ്റയും ആ ഒരു പ്രൈവസിയെ പ്രൊട്ടക്ട് ചെയ്യണം, അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം എന്നതൊരു പോളിസിയാണ്. എല്ലാ എംപ്ലോയീസും ആ പേഴ്സണൽ ഇൻഫർമേഷൻസ് വളരെ കെയറോട് കൂടിയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് സെക്യൂർ ആയിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലേ. അപ്പം അത്തരത്തിൽ നമ്മളൊരു വളരെ ബ്രോഡായിട്ട് ജനറൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുമ്പോൾ അതിനെ നമ്മൾ പോളിസി എന്ന് പറയും. എന്നാൽ റൂള്
കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞാൽ അത് ഒരു റൂളാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ബ്രേക്ക് ടൈം ഉണ്ടാവുമല്ലോ, എല്ലാ സ്ഥാപനങ്ങൾക്കും നമ്മൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ടൈം ഉണ്ടാവും, ലഞ്ച് ബ്രേക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ റൂളായിട്ട് പറയുകയാണ് എല്ലാ എംപ്ലോയീസിനും ഒരു 30 മിനിറ്റ്സ് ആയിരിക്കും ലഞ്ച് ബ്രേക്ക് ഉണ്ടാവുക. അത് 12 മണി മുതൽ 1 മണി വരെയാണ് ലഞ്ച് ബ്രേക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ടൈമിനകത്ത് തന്നെ, ഈ ഒരു ടൈം ഫ്രെയിമിനകത്ത് തന്നെ നിങ്ങൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിരിക്കണം. ഈ ഒരു അലോട്ട് ചെയ്ത ആ ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ ഒരിക്കലും എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പർട്ടിക്കുലർ ആയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു കാര്യത്തിന് എടുത്ത് പറഞ്ഞാൽ അത് ഒരു റൂളാണ്. അപ്പോൾ പോളിസി ഒരു ബ്രോഡ് ആയിട്ടുള്ള, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ റൂള് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അതുപോലെ പോളിസീസ് എന്തായിരുന്നു? ഗൈഡ് ടു തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പോൾ ഒരു ഡിസിഷൻ, നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഡിസിഷൻ നടത്താനും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസുകളാണ് പോളിസീസ്. എന്നാൽ റൂൾസ് നമ്മളുടെ ബിഹേവിയർ, എംപ്ലോയീസിന്റെയും ബിഹേവിയറിനെയും ആക്ഷനെയും ഗൈഡ് ചെയ്യുന്ന തരത്തിലുള്ള റൂളുകളാണ്. ഇത്ര സമയത്തിനുള്ളിൽ തന്നെ ഭക്ഷണം കഴിച്ച് വേഗം നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്മോക്കിംഗ് പാടില്ല, അല്ലെങ്കിൽ സ്ഥാപനത്തിനകത്ത് സ്മോക്കിംഗ് പാടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മളുടെ ബിഹേവിയറിനെയും ആക്ഷനെയും ഗൈഡ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് റൂൾസ് എന്ന് പറയുന്നത്. സോ പോളിസീസ് ഗൈഡ് ടു തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിൽ റൂൾസ് ഗൈഡ് ടു ബിഹേവിയർ ആൻഡ് ആക്ഷൻ. അതുപോലെ ലേസ് ഡൗൺ മാനേജ്മെന്റ് ആറ്റിറ്റ്യൂഡ്, അതും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. മാനേജ്മെന്റിന്റെ ആ ഒരു ഇന്റൻഷൻ എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് ആ ഒരു പോളിസിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ പല രീതിയിലുള്ള പോളിസികൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡാറ്റ പ്രൊട്ടക്ഷൻ പോളിസി, ഇത് നല്ലൊരു കാര്യമാണല്ലേ. ഇപ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ആളുകളുടെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ആ ഒരു പോളിസിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് പല പോളിസീസൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ ഈക്വൽ ആയിട്ട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അതൊരു പോളിസിയാണെന്ന് വിചാരിക്കുക. അതായത് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഒരാളുടെയും ഇപ്പോൾ ജെൻഡറോ അല്ലെങ്കിൽ ഏജോ ഒന്നും തന്നെ നോക്കുക, റിലീജിയനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഒന്നും നോക്കാതെ തന്നെ, അതിനൊന്നും നോക്കാതെ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുക എന്ന് പറയുന്നത് മറ്റൊരു പോളിസിയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു ഇന്റൻഷൻ എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് ആ ഒരു പോളിസിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. സോ ഇറ്റ് ലേസ് ഡൗൺ മാനേജ്മെന്റ് ആറ്റിറ്റ്യൂഡ്. അത് റൂൾസ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട് ഷുഡ് ഓർ ഷുഡ് നോട്ട് ബി ഡൺ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അത് റൂൾസ് ആണ്. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിഫറൻസ് ആണ് ഇവർ തമ്മിലുള്ളത്. പോളിസി എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, മേ ഹാവ് സം എക്സെപ്ഷൻസ്. അതായത് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ സമയത്തൊക്കെ, അല്ലെങ്കിൽ ഏറ്റവും ഹയർ ലെവലിൽ ഇരിക്കുന്ന നമ്മളുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനൊക്കെ തന്നെ പോളിസീസിൽ ചില സമയത്ത് അവർ ഫ്ലെക്സിബിൾ ആക്കാറുണ്ട്. ചില രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം, ചില എക്സെപ്ഷൻസ് ഒക്കെ ആ ഒരു പോളിസിയിൽ ഉൾപ്പെടുത്താം. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാതെ ചില സമയങ്ങളിൽ ചില എക്സെപ്ഷൻസ് ആ ഒരു പോളിസിയിൽ വരുത്താറുണ്ട്. ഫ്ലെക്സിബിൾ ആണ്. എന്നാൽ റൂൾ എന്ന് പറയുന്നത് റിജിഡ് ആണ്. എക്സെപ്ഷൻസ് ഒന്നുമില്ല, എല്ലാവരും ഒരേപോലെ പാലിക്കണം. അതിലൊരു എക്സെപ്ഷനിൽ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആണ്, എക്സെപ്ഷൻസ് ഇല്ല. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം, പോളിസീസ് പ്രൊവൈഡ്സ് ഡിസ്ക്രിഷൻ ഡ്യൂറിങ് ഇംപ്ലിമെന്റേഷൻ. അതുപോലെ റൂൾസ് പ്രൊവൈഡ് നോ സ്കോപ്പ് ഫോർ ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പോളിസിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ എല്ലാ ദിവസവും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം അല്ലേ. നമ്മൾ പോളിസിയിൽ പറയുകയാണ് കൃത്യസമയത്ത് ഓൺ ടൈം നിങ്ങൾ അറൈവ് ചെയ്യണം. ആ ഒരു സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസും കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിരിക്കണമെന്ന് ആ ഒരു പോളിസിയിൽ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ ചില ഒക്കേഷണലി എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു റീസൺ കൊണ്ട്, കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും വരാനായിട്ട് ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ആക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മളുടെ ആ ഒരു എന്താണ് റീസൺ എന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾക്ക് വലിയ വേറെ അങ്ങനെ പെനാൽറ്റി ഒന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ട് ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് ആ ഒരു ഡിസ്ക്രിഷൻ എന്ന് പറയുന്ന ആ ഒരു സാധ്യത പോളിസിയിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇത്തരത്തില് ആ ഒരു ഫ്ലെക്സിബിൾ ആണെങ്കിൽ നമ്മൾ പറയും പോളിസി പ്രൊവൈഡ്സ് ഡിസ്ക്രിഷൻ. എന്നാൽ റൂൾസിലാണെങ്കിലോ, റൂൾസ് പ്രൊവൈഡ്സ് നോ സ്കോപ്പ് ഫോർ ഡിസ്ക്രിഷൻ. റൂൾസിൽ ഒരു തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുകയില്ല.
ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആ റൂൾ പ്രകാരം അതനുസരിച്ച് നമ്മൾക്ക് ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ചിലപ്പോൾ ഒരു പെനാൽറ്റി ആയിരിക്കും, അത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പോളിസിയിലാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഡിസ്ക്രിഷൻ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്, ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും നമ്മുടെ ആക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആ ഒരു പോളിസിയിൽ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ റൂളിൽ അത്തരത്തിൽ ഒരു ഡിസ്ക്രിഷനുള്ള സ്കോപ്പും ഇല്ല, ഒരു തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയും നമ്മൾക്ക് ആ ഒരു റൂളിൽ ലഭിക്കുകയില്ല. അതാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിഫറൻസ്. അപ്പോൾ ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ പ്രൊവൈഡ്സ് ഡിസ്ക്രിഷൻ ഡ്യൂറിങ് ഇംപ്ലിമെന്റേഷൻ. പോളിസീസിന്റെ കേസിൽ പറഞ്ഞാൽ, എന്നാൽ റൂൾസിന്റെ കേസിൽ റിജിഡ് ആണ്, എക്സെപ്ഷൻസ് ഒന്നുമില്ല, ആൻഡ് പ്രൊവൈഡ്സ് നോ സ്കോപ്പ് ഫോർ ഡിസ്ക്രിഷൻ. ഓക്കെ, അതുപോലെ പോളിസി ആണെങ്കിൽ നോക്കിക്കേ, നോ പെനാൽറ്റി പ്രിസ്ക്രൈബ് ഫോർ വയലേഷൻ. പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും തന്നെ വരുന്നില്ല, കാരണം അത് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ ആക്ഷൻസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്നാൽ റൂൾസ് അങ്ങനെയല്ല, ഒരു റൂള് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ, അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ഥാപനവും നമുക്ക് പെനാൽറ്റി ഈടാക്കാറുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും പോളിസിയും റൂളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സംശയം വന്നവർക്കും അല്ലെങ്കിൽ സംശയം ഇല്ലാത്തവർക്കും എല്ലാം കുറച്ചും കൂടെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ, പോളിസിയും റൂളും. അപ്പൊ എങ്ങനെയെങ്കിലും ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സിംഗിൾ യൂസ് പ്ലാന്റ്സിലേക്ക് കടക്കുകയാണ്. പ്ലാന്റ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ടല്ലേ, സ്റ്റാൻഡിങ് പ്ലാന്റ്സ് എന്നും സിംഗിൾ യൂസ് പ്ലാന്റ്സ് എന്നും നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ സ്റ്റാൻഡിങ് പ്ലാന്റ്സ് നമ്മളിപ്പോൾ പഠിച്ചു. ഏതൊക്കെയാണ് സ്റ്റാൻഡിങ് പ്ലാന്റ്സ്? ഒബ്ജക്റ്റീവ്സ്, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ്, സ്ട്രാറ്റജി, ഇതെല്ലാം സ്റ്റാൻഡിങ് പ്ലാന്റ്സ് ആണ് അല്ലെ. അപ്പൊ ഇനി സിംഗിൾ യൂസ് പ്ലാന്റ്സിലേക്ക് കടക്കാം. സ്റ്റാൻഡിങ് പ്ലാന്റ്സ് റെക്കറിംഗ് പ്ലാന്റ്സ് ആയിരുന്നു അല്ലെ, റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന, സിമിലർ നേച്ചറുള്ള സിറ്റുവേഷൻസ് വീണ്ടും വീണ്ടും വന്നാൽ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാനുകളായിരുന്നു സ്റ്റാൻഡിങ് പ്ലാന്റ്സ് അഥവാ മൾട്ടി യൂസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ സിംഗിൾ യൂസ് പ്ലാൻ എന്താണ്? നമ്മൾ തുടക്കത്തിൽ ഒന്ന് സൂചിപ്പിച്ചിരുന്നു അല്ലെ. സിംഗിൾ യൂസ് പ്ലാൻ എന്താണ്? ഒരൊറ്റ തവണ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയിട്ട്, പെർട്ടിക്കുലർ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പ്ലാൻ ചെയ്യുന്ന, നമ്മൾ രൂപീകരിക്കുന്ന, ഡെവലപ്പ് ചെയ്യുന്ന പ്ലാനുകളെയാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയാം. അപ്പൊ ഈ പ്ലാനുകൾ ഒറ്റത്തവണ ഉണ്ടാകുന്ന ആ ഒരു ഇവന്റിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, പിന്നെ നമ്മൾ അത് ഡിസ്കാർഡ് ചെയ്ത് കളയുന്നു, പിന്നീട് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. അത്തരത്തിലുള്ള പ്ലാനുകളെ നമ്മൾ സിംഗിൾ യൂസ് പ്ലാൻസ് അഥവാ അഡ്ഹോക് പ്ലാൻസ് എന്നും പറയും കേട്ടോ. അഡ്ഹോക് എന്നുള്ള ഉദ്ദേശിക്കുന്നത് മെയ്ഡ് ഓൺലി ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാനുകൾ, അതിനെ നമ്മൾ അഡ്ഹോക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അഡ്ഹോക് പ്ലാൻസ് എന്നും പറയാം, സിംഗിൾ യൂസ് പ്ലാൻസ് എന്നും പറയാം. So a single use plan is developed for a one time event. A single use plan is used once and then it is discarded. Single use plans are detailed courses of action that probably will not be repeated in the same form in the future. ഇപ്പോൾ ഫ്യൂച്ചറിൽ അതേ സിമിലർ ആയിട്ട് തന്നെ അതേ ഫോമിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഇവന്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യും. അത്തരത്തിലുള്ള പ്ലാനുകളെ നമ്മൾ സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് പറയും. സോ ദേ ആർ ഫോർ നോൺ റെക്കറിംഗ് സിറ്റുവേഷൻസ്. മറ്റേ നമ്മുടെ അഡ്ഹോക് നമ്മുടെ സ്റ്റാൻഡിംഗ് പ്ലാൻസ് റെക്കറിംഗ് പ്ലാൻസ് ആണെങ്കിൽ, ഈ സിംഗിൾ യൂസ് പ്ലാൻസ് നോൺ റെക്കറിംഗ് സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന പ്ലാനുകളെയാണ് സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് പറയാം. സിംഗിൾ യൂസ് പ്ലാൻ ഇസ് യൂസ്ഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ആയിട്ട്, ഏതെങ്കിലും പെർട്ടിക്കുലർ ഒരു ഇവന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്യുന്ന പ്ലാനുകളാണ് ഈ ഒരു സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ദ ഡ്യൂറേഷൻ ഓഫ് ദിസ് പ്ലാൻസ് മേ സ്പാൻ എ വീക്ക് ഓർ എ മന്ത്. വളരെ ഷോർട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ വെറും ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ മാത്രം നീണ്ടു നിൽക്കുന്ന ഡ്യൂറേഷനുള്ള പ്ലാനുകളാണ് സിംഗിൾ യൂസ് പ്ലാൻസ്. ഓക്കെ, അപ്പൊ ഈ സിംഗിൾ യൂസ് പ്ലാൻസ് ഏതൊക്കെയാണ്? പ്രോഗ്രാംസ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പൊ ഈ 4 എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സിംഗിൾ യൂസ് പ്ലാൻ ആണ് പ്രോഗ്രാംസ്. പ്രോഗ്രാം, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിനിങ് നടത്തണം. അതൊരു പ്രോഗ്രാമാണ്. ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സിംഗിൾ യൂസ് പ്ലാൻ ആണല്ലേ. സിംഗിൾ യൂസ് പ്ലാൻസിലെ ഒരു പ്ലാനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ഒരു പെർട്ടിക്കുലർ ആ ഒരു ആവശ്യം എന്താണ്? പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അഡ്വർടൈസിങ് ക്യാമ്പയിൻസ് നടത്തുന്നു. അതാണ് നമ്മളുടെ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു ഉദ്ദേശം, ഈ ഒരു പെർട്ടിക്കുലർ ഇവന്റ് നമുക്ക് നടത്താനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
അത് നമ്മൾ ഈ പ്രോഗ്രാമിലാണ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെക്കും. പ്രോഗ്രാം ഇസ് എ കോൺക്രീറ്റ് സ്കീം ഓഫ് ആക്ഷൻ ഡിസൈൻ ടു അക്കംപ്ലിഷ് എ ഗിവൺ ടാസ്ക്. ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടതെന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചാൽ അതിനെ നമ്മൾ പ്രോഗ്രാം എന്നാണ് വിളിക്കുക. എ പ്രോഗ്രാം ഇസ് എ കോൺക്രീറ്റ് സ്കീം ഓഫ് ആക്ഷൻ ഡിസൈൻ ടു അക്കംപ്ലിഷ് എ ഗിവൺ ടാസ്ക്. ഒരു പെർട്ടിക്കുലർ ടാസ്കിലേക്ക് വേണ്ടി മാത്രം നമ്മൾ രൂപീകരിക്കുന്ന ഡെവലപ്പ് ചെയ്യുന്ന പ്ലാനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. A program is thus a complex of objectives, policies and procedures. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു പ്രോഗ്രാമിൽ നമുക്ക് പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ അഡ്വർടൈസിങ് ക്യാമ്പയിൻ ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ്, അതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ അഡ്വർടൈസിങ് ക്യാമ്പയിൻസ് നടത്തണം. നല്ല രീതിയിൽ അതിലൂടെ നമുക്ക് നല്ല സെയിൽസ് കിട്ടണം. നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ അങ്ങനെ എഴുതി വയ്ക്കും. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് പോളിസീസ് ഉണ്ടാവും. ആ പോളിസീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും. നമ്മളിത് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ പാലിക്കേണ്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വലിയൊരു പ്ലാൻ ആണത്. ആ പ്രോഗ്രാം എന്ന് പറയുന്ന പ്ലാനിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, റൂൾസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രോഗ്രാംസ് എന്ന് വിളിക്കുക. ഇറ്റ് ഡിഫൈൻസ് ദ കണ്ടന്റ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസ് അതിന്റെ സ്കോപ്പ് എത്രത്തോളമാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിലെല്ലാ കാര്യങ്ങളും ആ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കും. According to Allen, a program is a sequence of activities designed to implement policies and accomplish objectives. നമ്മുടെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാനും ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ കടന്നു പോകുന്ന ആ ഒരു ആക്ടിവിറ്റീസിന്റെ ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിനെ പ്രോഗ്രാം എന്ന് വിളിക്കുക എന്നാണ് അലൻ അദ്ദേഹം പറഞ്ഞത്. It is worked out as per the guidelines indicated by formulated policies. നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ, പോളിസീസിൽ പറയുന്ന ആ ഗൈഡ് ലൈൻസ് പ്രകാരം തന്നെയായിരിക്കും ഇതിലെല്ലാ സ്റ്റെപ്സും എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ പ്ലാൻ ചെയ്യുന്നതും അത് നടപ്പിലാക്കുന്നതും. A well conceived program covers all actions needed to achieve a specific goal and it shows who does what and when. അപ്പോൾ ആ ഒരു പ്രോഗ്രാം, ആ ഒരു പ്ലാനിൽ നമ്മളൊരു പെർട്ടിക്കുലർ നമ്മളുടെ ഒരു ആവശ്യമാണ്. ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അഡ്വർടൈസിങ് ക്യാമ്പയിൻ നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ആരാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ആ പ്രോഗ്രാം പ്ലാനിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് സ്പെസിഫൈ ദ സ്റ്റെപ്സ് ടു ബി ടേക്കൺ, resources to be used, time limits for each steps and assignments of task. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെ ഉണ്ടാവും, ഏതൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്, എത്രത്തോളം റിസോഴ്സസ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും, ഓരോ റിസോഴ്സസിൽ എത്രത്തോളം യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആ ഒരു ടൈം ലിമിറ്റ്, ഒരു സ്റ്റെപ്പ് എത്ര ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്, ഓരോ ടാസ്ക് മാർക്കൊക്കെയാണ് ആരാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു പ്രോഗ്രാമിൽ ആ ഒരു പ്ലാനിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ആക്ഷൻ സ്റ്റെപ്സ് അറേഞ്ച് ഇൻ ദ പ്രയോറിറ്റി നെസസറി ടു ഇംപ്ലിമെന്റ് എ പോളിസി ആൻഡ് അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ ഒരു ആക്ഷൻ സ്റ്റെപ്സ് ആ ഒരു ഏത് സീക്വൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്പായിരിക്കും ഏറ്റവും ആദ്യം നമ്മൾ എഴുതുക. അതിന് താഴെ ഒരു പ്രയോറിറ്റി കുറയുന്നതിനനുസരിച്ചുള്ള സ്റ്റെപ്സ് 1 by 1 ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് എഴുതുക. അപ്പോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഒരു ഗിവൺ ടാസ്ക്, ഒരു പെർട്ടിക്കുലർ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് അത് നടത്തിയെടുക്കുവാനായിട്ട്, സക്സസ്ഫുള്ളി നടത്തിയെടുക്കുവാനായിട്ട് ഒരുപാട് സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ സ്റ്റെപ്സിന്റെ ഒക്കെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ, എന്ത് ചെയ്യണം, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മൾ ഏത് പോളിസീസ് നമ്മൾ ഫോളോ ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എത്രത്തോളം റിസോഴ്സസ് വേണം, ഏതൊക്കെ സ്റ്റെപ്സ് നമ്മൾ എടുക്കണം, എത്രത്തോളം ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യണം, ഇതെല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് വിളിക്കുക. അടുത്ത ഒരു സിംഗിൾ യൂസ് പ്ലാൻ ആണ് ബഡ്ജറ്റ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലേ, എന്താണ് ബഡ്ജറ്റ്? ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ് ഫോർ എ ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഒരു ഫ്യൂച്ചറിൽ ഇപ്പൊ നമ്മൾ പറയുകയാണ് അടുത്തൊരു 6 മാസം അല്ലെങ്കിൽ അടുത്ത ഒരു 1 ഇയറിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണ്, അത് നമ്മൾ ന്യൂമറിക്കൽ ടേംസിൽ എഴുതി വെച്ചാൽ, ന്യൂമറിക്കൽ ടേംസിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് വെച്ചാൽ അതിന് നമ്മൾ ബഡ്ജറ്റ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരു 6 month ടൈം ഫ്രെയിം നമ്മൾ വെക്കുകയാണ്. ആ 6 മാസത്തിനുള്ളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽസ് റവന്യൂ എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകം എത്രയാണ്, നമ്മൾ പറയാം 10 ലക്ഷം രൂപ നമുക്ക് ഈ 6 മാസത്തിനുള്ളിൽ കിട്ടണം. നമ്മൾ എഴുതി വെക്കുകയാണ്, ബഡ്ജറ്റ് പ്ലാനിൽ നമുക്ക് ഉണ്ടാവും. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ് എന്തൊക്കെയായിരിക്കും, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എത്രത്തോളം ചെലവുകൾ വരും, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് വേണ്ടി നമുക്ക് എത്രത്തോളം ചെലവുകൾ വരും, അല്ലെങ്കിൽ
അത്തരത്തിലുള്ള ചെലവുകൾ നമുക്ക് എഴുതാം. ടോട്ടൽ എത്രത്തോളം എക്സ്പെൻസുകൾ വരുന്ന എഴുതാം. അതിന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും നമുക്ക് പ്ലാൻ ചെയ്യാം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ന്യൂമറിക്കൽ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ബഡ്ജറ്റ് എന്നാണ് വിളിക്കുക. സോ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ അവിടെ പ്രോഗ്രാം ഉണ്ടാവും, ബഡ്ജറ്റ് ഉണ്ടാവും, പോളിസി ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഏതാണ് ഉത്തരമായിട്ട് വരിക? ബഡ്ജറ്റ് ആണ് ഉത്തരമായിട്ട് വരിക അല്ലെ. അപ്പൊ വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ numerical terms for a definite period of time in the future. Since budget represents all items in numbers, it becomes easier to compare actual figures with expected figures and take corrective action subsequently. ശരിയാണല്ലോ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോസ്റ്റ്, ഇതെല്ലാം നമ്മൾ എഴുതി വെക്കുകയാണ്. അപ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു സ്റ്റെപ്സ് ആക്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ല നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. നമ്മൾ ഓൾറെഡി ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് പ്ലാനിങ്ങിന്റെ ഗുണം. അത് തന്നെയാണ്, നമ്മൾക്ക് മനസ്സിലാവും നമ്മളുടെ പ്ലാൻ പ്രകാരമാണോ നമ്മളിപ്പോൾ പോകുന്നത്, നമ്മളുടെ ആക്ഷൻ, നമ്മുടെ റിസൾട്ട് നമ്മുടെ പ്ലാൻ പ്രകാരം നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾക്ക് ഈ ഒരു പ്ലാൻ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബഡ്ജറ്റ് നമ്മളെ സഹായിക്കും. Budget serves as standards of measuring actual performance. നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചത് പോലെ തന്നെയാണോ എന്ന് നമ്മൾക്ക് കമ്പയർ ചെയ്യുവാനായിട്ട് സാധിക്കും ഈ ഒരു ബഡ്ജറ്റിലൂടെ തന്നെ. ഓക്കെ, സോ ബഡ്ജറ്റ് ഡിഫൈൻസ് ദ ആന്റിസിപ്പേറ്റഡ് കോസ്റ്റ് ഓഫ് അറ്റൈനിങ് ആൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് കോസ്റ്റ് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടും, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഇൻകം എത്രയാണ്, ഇതെല്ലാം നമ്മൾ ആ ഒരു ബഡ്ജറ്റിൽ നേരത്തെ തന്നെ മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത് വെക്കും. അപ്പോൾ ഇത് പ്രകാരമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് കിട്ടുന്ന റിസൾട്ടൊക്കെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്ന ആ ഒരു വഴി കറക്റ്റ് ആണോ എന്നൊക്കെ അനലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇതാണ് ബഡ്ജറ്റ് മനസ്സിലായല്ലോ. പ്രോഗ്രാംസും കണ്ടു, നമ്മൾ ബഡ്ജറ്റും കണ്ടു. രണ്ടും സിംഗിൾ യൂസ് പ്ലാൻസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ അഡ്ഹോക് പ്ലാൻസ് ആണ്. അടുത്ത ഒരു സിംഗിൾ യൂസ് പ്ലാൻ ആണ് ഷെഡ്യൂൾ. നിങ്ങൾക്ക് അറിയാലോ, നമ്മളെപ്പോഴും ഏതൊരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു സ്പെസിഫിക് ഒരു ടാസ്ക് നമ്മൾക്കുണ്ടെങ്കിൽ നമുക്കൊരു ഷെഡ്യൂൾ നമ്മളിപ്പോഴും നമ്മളുടെ മനസ്സിൽ കാണാറുണ്ടല്ലേ, ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുമുണ്ട്. ഷെഡ്യൂൾ സ്പെസിഫൈസ് ടൈം ലിമിറ്റ് വിത്തിൻ വിച്ച് ആക്ടിവിറ്റീസ് ആർ ടു ബി കംപ്ലീറ്റ്. ഒരു സ്പെസിഫിക് ടാസ്ക് ഉണ്ട്, അപ്പോൾ നമ്മളൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് ഒരു കാര്യം നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് സാധ്യമാവാൻ വേണ്ടി നമുക്ക് ഒരുപാട് സ്റ്റെപ്സിലൂടെ കടന്നു പോകും അല്ലേ. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും ഓരോ സ്റ്റെപ്സും എത്ര സമയത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന ഒരു ടൈം ലിമിറ്റ് ആണ് ഈ ഒരു ഷെഡ്യൂളിലൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് വയ്ക്കുക. മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. ഈ ഒരു പ്ലാനിങ് ആണല്ലേ, ഇതിലെല്ലാം നമ്മൾ പ്ലാനുകളെ കുറിച്ച് സംസാരിക്കുന്നത്. ഷെഡ്യൂളും ഒരു പ്ലാനാണ്. ടൈമിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് ഈ ഷെഡ്യൂൾ അല്ലെ. നമ്മൾ ആ ഒരു ടൈം ലിമിറ്റ്, ഓരോ ആക്ടിവിറ്റി നമ്മൾ എത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണമെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്ന ആ പ്ലാനിനെ നമ്മൾ ഷെഡ്യൂൾ എന്നാണ് പറയുക. ഷെഡ്യൂളിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ ടൈം സീക്വൻസ് ഫോർ ദ വർക്ക് ടു ബി ഡൺ. അപ്പോൾ ഓരോ ആക്ടിവിറ്റി നമ്മൾ ഇങ്ങനെ എഴുതും. ആക്ടിവിറ്റി 1, അപ്പോൾ ഫസ്റ്റ് ടാസ്ക്, അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഏതാണ്, എൻഡ് ചെയ്യുന്ന ദിവസം ഏതാണ്, അത് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ ഏതാണ്, അത് ആരാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ 1 by 1 ആയിട്ട് ഓരോ ആക്ടിവിറ്റിയും അത് ആക്ടിവിറ്റി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ എൻഡ് ചെയ്യണം, അത് ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് എഴുതി വെക്കുകയാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ തീരുമാനിച്ച് വെക്കുകയാണ്. ഇതിനെ നമ്മൾ ഷെഡ്യൂൾ എന്നാണ് പറയുക. Schedules are essential for avoiding delays and for ensuring continuity of operations. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഓപ്പറേഷൻസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ തന്നെ അതിന് നടന്നു പോകുന്നുണ്ട്, ഡിലേസ് ഒന്നും ഇല്ലാതെ പോകുന്നതെന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഒരു ഷെഡ്യൂൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. ഷെഡ്യൂൾ പ്രകാരം തന്നെയാണോ ഈ നമ്മളുടെ ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നതെന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും അല്ലേ. സോ schedules are essential for avoiding delays and for ensuring continuity of operations. A schedule lays down a timetable fixing starting and finishing dates for different activities. ഓരോ ആക്ടിവിറ്റീസിനും സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഏതാണ് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന ഡേറ്റ് ഏതാണെന്നൊക്കെ നമ്മൾ ടൈം ടേബിൾ പോലെ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുക. അപ്പോൾ ഒരു സ്പെസിഫിക് ടാസ്ക് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗിൾ യൂസ് പ്ലാൻസ്. അപ്പോൾ സിംഗിൾ യൂസ് പ്ലാൻസ് ഏതൊക്കെയാണ്? പ്രോഗ്രാംസ്, ബഡ്ജറ്റ്, അതുപോലെ ഷെഡ്യൂൾസ്. ഇനി ഒന്നുകൂടിയുണ്ട്, പ്രോജക്റ്റ്. A project is a distinct cluster of functions or activities for a definite purpose. It is like a single task that has a beginning and an end, and it is meant to accomplish a specific goal. ഒരു സ്പെസിഫിക് ഗോൾ, ഫോർ എക്സാമ്പിൾ പറയാം, ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക,
അതാണ് നമ്മളുടെ ഗോൾ. അപ്പോൾ ആ ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, ഒരു എൻഡും ഉണ്ടാവില്ല. ഇതെല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രൊജക്റ്റ് എന്നാണ് വിളിക്കുക. ഒരു ഡെഫിനറ്റ് പർപ്പസ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്ക്, അതിലേക്ക് വേണ്ടി മാത്രം നമ്മൾ പ്ലാൻ രൂപീകരിച്ചാൽ അത് നമ്മൾ പ്രൊജക്റ്റ് എന്നാണ് പറയുക. ആ പ്രൊജക്റ്റിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടാവും, ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആ ഒരു പ്ലാനിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയും, നമ്മൾ എടുത്ത് ഡിഫൈൻ ചെയ്ത് വെക്കും. ഇന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്, ഇന്ന ഫംഗ്ഷൻസിലൂടെ നമ്മൾ കടന്നു പോകാനുണ്ട്, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ ഭാഗത്തിനുള്ള ആ ഒരു പ്ലാൻ നമ്മൾ രൂപീകരിച്ചാൽ അതിന് നമ്മൾ ഒരു പ്രൊജക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാമും പ്രൊജക്റ്റും നമ്മൾ എന്താ വ്യത്യാസം? പ്രോഗ്രാം ഇത് തന്നെ ആയിരുന്നില്ലേ അല്ലെ? ഒരു സ്പെസിഫിക് ടാസ്ക് ഉണ്ട്, ആ ടാസ്ക് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റെപ്സിലൂടെ കടന്നു പോകുന്നു. അത് തന്നെയല്ലേ പ്രൊജക്റ്റും പ്രോഗ്രാമും ഓൾമോസ്റ്റ് സിമിലർ ആണ്. എന്നാൽ പ്രോഗ്രാം കുറച്ചും കൂടെ ഒരു ലാർജർ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്, കുറച്ചും കൂടെ ഒരു ലാർജർ പ്ലാൻ ആണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയാം, ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഒരു പ്രൊജക്റ്റ് എങ്കിൽ, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് മാത്രമല്ല, ആ ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന് നല്ല രീതിയിൽ അഡ്വർടൈസിങ് ക്യാമ്പയിൻ കൂടെ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ ചെറിയ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ട്. മനസ്സിലായോ? ആ ഒരു പ്രോഗ്രാം അതൊരു ലാർജർ പ്ലാൻ, ഇറ്റ് ഈസ് എ ലാർജർ പ്ലാൻ മെയ്ഡ് അപ്പ് ഓഫ് മൾട്ടിപ്പിൾ റിലേറ്റഡ് projects designed to achieve broader long-term objectives. കുറച്ചുകൂടെ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. ഇവിടെ നമുക്ക് അഡ്വർടൈസിങ് ക്യാമ്പയിനിങ് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കണം അല്ലേ? അപ്പോൾ അതൊരു ബ്രോഡർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ്. നമുക്ക് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ആ ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിനിങ് കുറച്ചധികം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ പ്രത്യേകം എഴുതി വെക്കുക. ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയ റിലേറ്റഡ് പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഈ പ്രൊഡക്റ്റ് ആദ്യം ഡെവലപ്പ് ചെയ്യണം, അതാണ് ആദ്യത്തെ പ്രൊജക്റ്റ്. അപ്പോൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രൊജക്റ്റ് വരും അല്ലെ? മനസ്സിലായോ? അപ്പൊ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ ടാസ്ക് ആയിരിക്കും, വളരെ ഷോർട്ട് ടേം ആയിട്ട് നമ്മൾക്ക് ഒറ്റ ടാസ്ക് ആയിരിക്കും. ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതാണ് നമ്മൾ പ്രൊജക്റ്റ് ആയിട്ട് പറയുക. അതുപോലെ ഒത്തിരി പ്രൊജക്റ്റുകൾ ഒരുമിച്ച് കൂടിയതാണ് ഒരു പ്രോഗ്രാം എന്ന് പറയുക. പ്രോഗ്രാമിനകത്ത് ഈ ചെറിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളെല്ലാം നമ്മൾ പ്രോഗ്രാമിൽ പ്രത്യേകമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ആ സ്റ്റെപ്പുകളെല്ലാം തന്നെ വിവരിച്ച് നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് പ്രൊജക്റ്റും പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള സിംഗിൾ യൂസ് പ്ലാൻസ് അഥവാ അഡ്ഹോക് പ്ലാൻസ് എന്ന് പറയുന്നത്. പ്രോഗ്രാംസ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, ഷെഡ്യൂൾസ് ഉണ്ട്, പ്രോജക്റ്റ് ഉണ്ട്. മനസ്സിലായോ? പ്രോജക്റ്റ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാൻസ് ആണ് പഠിച്ചത് അല്ലേ? സ്റ്റാൻഡിങ് പ്ലാൻസും സിംഗിൾ യൂസ് പ്ലാൻസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്നാൽ ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് മാറിപ്പോകരുത്. നിങ്ങൾക്ക് സ്റ്റാൻഡിങ് പ്ലാൻസ്, സിംഗിൾ യൂസ് പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കൃത്യമായിട്ട് പഠിക്കുക. ഓരോ പ്ലാൻസിന്റെ കീഴിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പൊ സ്റ്റാൻഡിങ് പ്ലാൻസ് ഏതൊക്കെയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കുക. ഏതൊക്കെയായിരുന്നു? ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് അല്ലെ? ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. സ്ട്രാറ്റജീസ് ആയിരുന്നു പിന്നെ നമ്മൾ നോക്കിയത്. പോളിസി, പിന്നെ എന്തായിരുന്നു? പ്രൊസീജിയർ ഉണ്ടായിരുന്നു. പിന്നെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയറിന്റെ ഒരു സബ് പ്ലാൻ ആയിരുന്നു അല്ലെ? മെത്തേഡും പഠിച്ചു. പിന്നെ റൂളും ഉണ്ടായിരുന്നു അല്ലെ? റൂളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സിംഗിൾ യൂസ് പ്ലാനിലേക്ക് നമ്മൾ കടന്നു. അഡ്ഹോക് പ്ലാൻസ് എന്നും സിംഗിൾ യൂസ് പ്ലാനുകളെ പറയും. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? പ്രോഗ്രാംസ് കണ്ടു നമ്മൾ, ബഡ്ജറ്റ്, ഷെഡ്യൂള്, അതുപോലെ പ്രോജക്റ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക്